പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, സത്യവിശ്വാസത്തെ തട്ടി താഴെയിടുന്ന, എന്നാൽ സത്യവിശ്വാസം എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന തലമാണ് പിശാചിൻ്റേത്. സിമിലാറായിട്ട് തോന്നും, പക്ഷെ ലക്ഷ്യം വേറെ ആയിരിക്കും. ലക്ഷ്യത്തിൽ മാറ്റിക്കളയും. ഇവിടെ ആരും ക്രിസ്തുവിനെ കുറച്ച് കളയുന്നില്ല. ക്രിസ്തുവിന് ബൈബിൾ സ്വർഗീയ പിതാവ് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അത് മുഴുവൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എൻ്റെ ഹൃദയത്തിൽ സ്വർഗീയ പിതാവും ക്രിസ്തുവും ദൈവ കുടുംബത്തിലെ രണ്ട് വ്യക്തികളാണ്. മനുഷ്യ കുടുംബത്തിലെ അപ്പനും മോനും, അപ്പൻ മനുഷ്യനും മോൻ വേറെ ഏതെങ്കിലും സ്പീഷ്യസ് ആണോ? അപ്പൻ മനുഷ്യനായാൽ മോൻ ആരാ? മനുഷ്യൻ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ സ്വർഗീയ കുടുംബത്തിൽ അപ്പൻ ദൈവമാണെങ്കിൽ മോൻ ആര് തന്നെയാ? ദൈവം തന്നെയാ. പക്ഷെ അത്യുന്നതനായ അപ്പനല്ല, മകനാ. മനസ്സിലായോ? ഈ അപ്പനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും അകൃത്യം കാണാൻ കഴിയാത്തവനുമായ വ്യക്തിത്വം തക്ക സമയത്ത് പ്രത്യക്ഷമായി നമ്മളോട് വസിക്കും. ഹല്ലേലൂയ. പക്ഷെ മകൻ അങ്ങനെയല്ല. മകന് ഇതാ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പാപികളുടെ ഇടയിലൂടെയും ചുങ്കക്കാരുടെ ഇടയിലൂടെയും ഒക്കെ നടന്നിട്ട് ഈ അപ്പനെ കുറിച്ച് പറഞ്ഞു. നിന്നെ കാത്തിരിക്കുന്നൊരു അപ്പനുണ്ട്, ആ അപ്പനോടുകൂടെ ജീവിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതാണ് രാജത്വത്തിൻ്റെ സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ മകൻ ആരാണ്? ഇവർ രണ്ടുപേരും ഗോഡ് ക്ലാസ് ആണ്. ശ്രദ്ധിച്ചേ. ഇനി അതേ കുടുംബത്തിലേക്ക്, ആ ഗോഡ് ക്ലാസ്സിലേക്ക് ഇന്ന് മനുഷ്യന്റെ ക്ലാസ്സുള്ള എന്നെയും നിങ്ങളെയും ദൈവം ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ദൈവ കുടുംബത്തിലേക്ക്. ഹല്ലേലൂയ. ദൈവ കുടുംബത്തിലേക്ക് ദൈവം ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ കൂട്ട സഹോദരങ്ങളായി, ക്രിസ്തുവിൻ്റെ കൂട്ട അവകാശികളായി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ഇന്ന് നമ്മൾ മനുഷ്യൻ്റെ കാറ്റഗറിയാ. സ്വർഗീയ പിതാവിൻ്റെ മകനായ ക്രിസ്തു ആ കാറ്റഗറി മാറിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ച താൻ അത് ഒഴിച്ചു വെച്ചു. കാറ്റഗറി ചേഞ്ച് ചെയ്തു. വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യന്റെ കാറ്റഗറിയിലേക്കായി. എന്തിനാണ്? ഇന്ന് മനുഷ്യന്റെ കാറ്റഗറിയിലുള്ള നമ്മളെ ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് മാറ്റണം. നമ്മളെ ദൈവമക്കളാക്കണം. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതായത് ഏത് മനുഷ്യന്റെ കാറ്റഗറിയിലുള്ളവനോ ദൈവത്തിന്റെ മക്കളാകാൻ, ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്യുവാൻ, ദൈവ കുടുംബമായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. ഈ സത്യവിശ്വാസത്തെ പിശാച് മൂടിക്കളഞ്ഞു. എന്നിട്ട് വേറെ ചില വിശ്വാസങ്ങൾ ഇറക്കി വിട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ വീട്ടുകാരുമാണ്, ഭവനക്കാരുമാണ്. ഇത് പറയുന്നതിന് പകരം വേറെ പറഞ്ഞു വരും. സത്യം പറയുമ്പോൾ സത്യത്തെ ദുരുപദേശം എന്ന് ചിത്രീകരിക്കുകയും ചെയ്യും. എന്നാൽ എന്താണ് ദുരുപദേശമെന്ന് ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ, ഇന്നലെ മൂവാറ്റുപുഴയിലെ ചില യാക്കോബിറ്റുകാരുടെ ഇടയിലായിരുന്നു മീറ്റിംഗ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വയോധികനായ ദേവദാസൻ എന്നെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗ്രൂപ്പുകളിൽ നല്ലൊരു പങ്കും ഷാജി ജോസഫിനെ കുറിച്ചാണ് ഡിസ്കഷൻ. കാരണം ചിലർ പറഞ്ഞു ഷാജി ജോസഫ് ഒരു ദുരുപദേശനാണെന്ന്. അപ്പോൾ ചിലർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ആ ബ്ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ദുരുപദേശം എന്ന് പറയുന്നത് കൂടുതലും വയോധികരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതായത് ട്രഡീഷൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തിരികെ അതിനെ കൗണ്ടർ ചെയ്ത് ചോദിക്കുന്ന ചോദ്യം, ഷാജി ജോസഫ് ദുരുപദേശം പറഞ്ഞെങ്കിൽ ചുമ്മാ ദുരുപദേശം എന്ന് പറയാതെ ബൈബിളിലെ ഏത് വചനം തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ്, തെറ്റായാണ് അദ്ദേഹം പറഞ്ഞത്, അതും കൂടി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ പറയുന്നവർ ഉടനെ വായടയ്ക്കും, മിണ്ടത്തില്ല അവർക്ക്. കാരണം അവർക്ക് വേറെ വചനമില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെയില്ലായിരുന്നു. അപ്പം ഇവർ ചോദിക്കണം, നിങ്ങളുടെ പിതാക്കന്മാരെയാണോ നമ്മൾ നോക്കേണ്ടത്, കർത്താവ് യേശുവിനെയാണോ നമ്മൾ നോക്കേണ്ടത്? യേശു എന്ത് പറഞ്ഞോ അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഹല്ലേലൂയ.
അപ്പോൾ ഈ നാളുകളിൽ വളരെ വ്യക്തയോടെ മനസ്സിലാക്കുക. ഇനി ഇവിടെ യേശുവിൻ്റെ പ്രാധാന്യവും പിതാവിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുക. ഇതാ ഞാനും എൻ്റെ മകനും ഇതേപോലെ സ്വർഗീയ കുടുംബത്തിൽ ഞങ്ങൾ രണ്ടുപേരും മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ തുല്യനാണ്, ഞാനും എൻ്റെ മകനും. പക്ഷെ ബാക്കി എല്ലാത്തിനും വ്യത്യാസമാണ്. കാരണം ദൈവം എന്നെ ആക്കി വെച്ചേക്കുന്നത് ഓണറായിട്ടാണ്. മകനെ അങ്ങനെയല്ല, അവകാശിയാണ്. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും ചേർന്ന് നിന്നാൽ അവകാശം കൊടുക്കുവാൻ അപ്പന് ഇഷ്ടം തോന്നും. ഇതേപോലെ സ്വർഗീയ പിതാവ് എന്ന് വെച്ചാൽ സകലത്തിൻ്റെ ഓണറാണ്. പുത്രൻ ഒന്നിൻ്റെയും ഓണറല്ല, അവകാശിയാണ്. അവകാശി ആയിരിക്കുമ്പോൾ തന്നെ പുത്രൻ അധികാരിയാണ്. ഈ അധികാരി എന്ന് വെച്ചാൽ മാനേജറാണ്. ഈ സ്വർഗീയ പിതാവിനാൽ ആക്കി വയ്ക്കപ്പെട്ട സർവപ്രപഞ്ചത്തിൻ്റെയും അധികാരിയാണ്. ഈ ഒരു തിരിച്ചറിവ് ഇല്ല എങ്കിൽ നാം വീണുപോകും. വായിച്ചേ ഹെബ്രായ ലേഖനം 1:1-2 ശബ്ദമുയർത്തി. ദൈവം പണ്ട് ഭാഗഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവനെ താൻ, ഹെബ്രായ ലേഖനം 1:1-2 പറയുന്നത്, ആ പുത്രനെ ഓണറായ അപ്പൻ സകലത്തിനും ആരാക്കി വെച്ചു? അവകാശി. അപ്പൊ പുത്രൻ ആരാ? പുത്രനാണ്. അപ്പനുള്ളതിന് അവകാശിയാണ്. പലരും പറയുന്നൊരു കാര്യം, ഇതാ ഭൂമിയിലേക്ക് വന്നപ്പോഴോ ബ്രദറെ പുത്രനായുള്ളൂ. ഇത് ഭൂമിയിൽ വന്ന കാര്യമല്ല പറയണേ, സൃഷ്ടിപ്പിന്റെ കാര്യമാണ് പറയണേ. അവനിലൂടെ സകലത് സൃഷ്ടിച്ചു, എന്നിട്ട് അവൻ എന്താക്കി വെച്ചു? തൻ്റെ ഒപ്പത്തിനൊപ്പം ഓണറല്ല, അവകാശിയാക്കി വച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് ഭൂമിയിൽ വന്നപ്പോൾ ഉള്ള കാര്യമല്ല, സൃഷ്ടിപ്പിൽ നടന്ന കാര്യമായി പറയണേ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ എവിടെ നടക്കും? കോയീക്കൽ ഒന്നും ഇവിടെ നടക്കൂല. അപ്പൻ സകലത്തിൻ്റെയും ഓണറാ. ഹല്ലേലൂയ. മകൻ സകലത്തിൻ്റെയും അവകാശിയാണ്. ഇനി ഡിട്രോണമിയിലേക്ക് വന്നേ, ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഈ അപ്പൻ സകലത്തിൻ്റെ ഓണറാണെന്നുള്ളതിൻ്റെ അനേക വാക്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം, ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. അപ്പൊ ആരാ ഇതിന്റെ ഓണർ? സ്വർഗവും ഭൂമിയും സർവപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ് യഹോവയാം ദൈവം, യേശുക്രിസ്തുവിന്റെ അപ്പൻ. യേശുക്രിസ്തു അതിലാരാ? അവകാശിയാണ്. ഞാനാണോ പറയുന്നത്? ബൈബിളാണോ പറയുന്നത്? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ജനം കേട്ടാൽ ഇതുവരെയും കൊമള പോലെ വീർപ്പിച്ച സഭകൾ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സന്തരപ്പെട്ട ഇത്ര നാൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇപ്പോഴാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയത്. ഞങ്ങൾ റോമ 12 പ്രകാരം ഇതാ മനം പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഫിനിഷ്. പിന്നെ ഈ സത്യത്തിനെതിരെ എത്ര ചവിട്ടിയാലും സത്യം ഒരിക്കലും മരിക്കില്ല. സത്യം സത്യമായിട്ട് തന്നെ നിൽക്കും, അത് മാറത്തൊന്നുമില്ല. ഇനി മനസ്സിലാക്കുക, ഹെബ്രായ ലേഖനം 2 ഈ അവകാശിയെ, ഈ ഉടമസ്ഥനായ അപ്പൻ ആരായിട്ട് നിയമിച്ചെന്നറിയാമോ? സകലത്തിനും അവകാശി മാത്രമല്ല, നീ ഇപ്പോൾ സകലതും വാഴുന്ന അധികാരി കൂടെയാണ്, മാനേജറും കൂടെയാണ്. വായിച്ച ഹെബ്രായ ലേഖനം നമ്മൾ നേരത്തെ വായിച്ച അത് 1-ാം അധ്യായമാണ്. ഇത് 3-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം വായിച്ചേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ഹല്ലേലൂയ. ക്രിസ്തു അപ്പൊ ആരാ? ആ ദൈവത്തിന്റെ ഉള്ളതിന് മുഴുവൻ അധികാരി, മാനേജർ ആയ പുത്രനാ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഈ മാനേജർമാർക്കൊരു വിഷയമുണ്ട്. മാനേജർമാരെ എന്ത് ഏൽപ്പിച്ചോ അതങ്ങ് കൈകാര്യം ചെയ്യും. അതങ്ങ് കൈകാര്യം ചെയ്യും. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ മാനേജർ പറയും, ഞാൻ ഡയറക്ടറോട് ചോദിക്കട്ടെ എന്ന്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവ് പറയാതെ, എൻ്റെ പിതാവ് കാണിക്കാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുക ഇല്ല. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ സ്വന്തം അധികാരം ദൈവം പലതും തന്നിട്ടുണ്ട്, അതെൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. കാരണം എൻ്റെ ഭാര്യ അറിയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ഭാര്യ അറിയേണ്ട പല കാര്യങ്ങളുണ്ട്, അത് ഭാര്യ അറിയണം.
എൻ്റെ മക്കളറിയേണ്ട പല കാര്യങ്ങളുണ്ട്, മക്കളറിയണം. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, എൻ്റെ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത് ശിഷ്യന്മാരായ നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഓഫീസുണ്ട്, അതിൽ നിങ്ങളെ അറിയിക്കേണ്ടത് അറിയിക്കും. മനസ്സിലായോ? അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന്? അധികാരിയാണ്. സർവപ്രപഞ്ചത്തിന് രാജാവായി ആര് വെച്ചിരിക്കുന്നു? സ്വർഗസ്ഥ പിതാവ് വെച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 2 ദാവീദ് പറയുന്നത്, ഈ ലോകത്തിലെ കിങ്ഡങ്ങളെയും എല്ലാം കൈകാര്യം ചെയ്തിട്ട് ഈ ലോകത്തിൻ്റെ കിങ്ഡങ്ങൾ പിതാവിനും പുത്രനും എതിരെ തിരിയും. അതുമായി കണ്ടുകൊണ്ട് അവിടെ പറയാണ്, ഞാൻ എൻ്റെ പുത്രനെ ഇതാ സിയോനിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു. വായിച്ച് സങ്കീർത്തനം 2 അതിൻ്റെ 6-ാം വാക്യം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോ ഈ പുത്രനാണ് അധികാരി. ഈ പുത്രനെ ആര് വാഴിച്ചു? പിതാവ് രാജാവായി വാഴിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആ പുത്രൻ ആരാ? സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവാ. ഇപ്പൊ മോദി, നമ്മുടെ മന്ത്രിമാർ അനേകരുണ്ടെന്ന് നാം അറിയുന്നു, കേരളത്തിലും ഡൽഹിയിലും ഒക്കെ. പക്ഷെ ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഉള്ളൂ, അല്ലേ? ബൈബിളിൽ ഏതെങ്കിലും വാക്യമായിട്ട് ഒക്കുന്നുണ്ടോ? മന്ത്രിമാരെന്ന് പറയുന്നവർ കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും അനേകരുണ്ടല്ലോ. ഇതിൻ്റെ നടുവിൽ നമുക്കൊരേ ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ, മോദിജി. ഏതെങ്കിലും ബൈബിൾ വാക്യ സിമിലാരിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ? ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആകാശത്തിലും ഭൂമിയിലും അനേകരുണ്ടല്ലോ. ഇതിൻ്റെ നടുവിൽ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ആ മോദിജി ഇപ്പൊ ഇവിടെ വന്ന് വിചാരിച്ചേ, ആ മോദിജി പെട്ടെന്ന് ഈ സ്റ്റേജിലേക്ക് കയറി വരുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഇതുപോലെ ഇരിക്കുമോ? നിങ്ങളറിയാതെ പൊങ്ങിപ്പോവും അല്ലേ? പിന്നെ അറിയാതെ ഇങ്ങനെ കൈ ഇങ്ങനെ കുനിഞ്ഞു പോകും. ഏതാ മോദിജി? ആരാ? ദൈവമോ? ഒരധികാരിയല്ലേ? ഇല്ലേ? അപ്പൊ അധികാരിയെ കണ്ടാൽ എന്തു ചെയ്യും? ജനം വണങ്ങും അല്ലേ? വണങ്ങും. കാരണം അധികാരിക്ക് എല്ലാ രാജാക്കന്മാർക്ക് എല്ലാ അധികാരികൾക്കും ബഹുമാനം കൊടുക്കണമെന്നാണ് ദൈവകൽപ്പന. മനസ്സിലാവുന്നുണ്ടോ? ബഹുമാനം അർഹിക്കുന്നതിന് ബഹുമാനം കൊടുക്കണം. അങ്ങനെയെങ്കിൽ സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവിനെ നമ്മൾ ബഹുമാനിക്കുകയില്ലയോ? അത്യുന്നതനായ ദൈവം സ്വർഗസ്ഥ പിതാവ് സർവപ്രപഞ്ചത്തിന് രാജാവാക്കി വെച്ച തൻ്റെ പുത്രനായ സകലത്തിന് അവകാശിയായ ക്രിസ്തുവെ ബഹുമാനിക്കുകയില്ലയോ? ബഹുമാനിക്കും. മനസ്സിലായോ? അത് സ്വർഗത്തിലുള്ളവരും ബഹുമാനിക്കും, ഭൂമിയിലുള്ളവരും ബഹുമാനിക്കും. അത് പിതാവിന് കൊടുക്കുന്ന ആരാധനയല്ല. മനസ്സിലാവുന്നുണ്ടോ? പിതാവിന് കൊടുക്കുന്ന, അത്യുന്നതനായ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയല്ല, അത് സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവിന് കൊടുക്കുന്ന ബഹുമാനമാണ്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന് ഒരു ആരാധന കൊടുക്കുമ്പോൾ അതിങ്ങനെയാണ്. ഒന്നാമത്തെ കൽപ്പന, നിന്റെ പൂർണ്ണ ആത്മാവോടും നിന്റെ പൂർണ്ണ മനസ്സോടും നിന്റെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, എല്ലാം പൂർണ്ണം. അതായത് 100% നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ? വട്ടപ്പൂജ്യം അല്ലേ? യഹൂദന്മാർ ഇതാ ദൈവത്തിന് യാഗം കഴിക്കാൻ വരുന്നു. ആടിനെ, പ്രാവിനെ യാഗപീഠത്തിൽ വെച്ചു, അതിനെ കത്തിച്ചു. മൊത്തം കത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ചാരം അല്ലേ? അപ്പോൾ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന് കൊടുത്ത ഭാഗ്യം എന്താ ഉള്ളേ? വട്ടപൂജ്യം അല്ലേ? വട്ടപൂജ്യം. അപ്പം നമ്മളിനി ഒന്നുമില്ല, എല്ലാം അപ്പന് കൊടുത്തു കഴിഞ്ഞു. അപ്പം അപ്പൻ നമ്മളോട് പറയാണ്, നിങ്ങളിപ്പോൾ എന്നെ ബഹുമാനിച്ചില്ലേ, അതേപോലെ സർവപ്രപഞ്ചത്തിനും ഞാൻ രാജാവാക്കി വെച്ചിരിക്കുന്ന എൻ്റെ മകനെ നിങ്ങൾ ബഹുമാനിക്കണം. മനസ്സിലായോ? എൻ്റെ മകനെ നിങ്ങൾ ബഹുമാനിക്കണം. അപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് പൂർണ്ണമായി നാം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ്, എന്നെ ബഹുമാനിച്ചതുപോലെ എൻ്റെ മകനെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ ആ മകനെ ബഹുമാനിക്കുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ മകന് കിട്ടുന്ന ആരുടെ ബഹുമാനമാണ്?
അപ്പൻ്റെ ബഹുമാന. ഈ ബഹുമാനം ക്രിസ്തു സ്വീകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 22 ഞാൻ ചിന്തിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യം, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാൻ സ്വർഗീയ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എടുത്തേക്കൊന്ന് വായിച്ചു കുഞ്ഞേ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ പർപ്പസ് പോലും പറയുകയാണ്. അപ്പന്റെ ആഗ്രഹമാണ് മറ്റുള്ളവർ തൻ്റെ പുത്രനെ ബഹുമാനിക്കണം. മനസ്സിലായോ? മറ്റുള്ളവർ തൻ്റെ പുത്രനെ ബഹുമാനിക്കണം. പക്ഷെ ചുമ്മാ ബഹുമാനിക്കാൻ പറഞ്ഞ ആരെങ്കിലും ബഹുമാനിക്കുമോ? നമ്മൾ എല്ലാവരും എന്തെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണം. മനസ്സിലായോ? ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യന്റെ രീതി അങ്ങനെ, എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിലേ ബഹുമാനിക്കപ്പെടത്തുള്ളൂ. നിങ്ങളൊരു സൈക്കിളിൽ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങി, ആരെങ്കിലും നിങ്ങളെ മൈൻഡ് ചെയ്യോ? പകരം നിങ്ങളതൊക്കെ മാറ്റിയിട്ട് ഇതാ ആ സൈക്കിളൊക്കെ മാറ്റിയിട്ട് ഇതാ ഒരു റോൾസ് റോയ്സിൻ്റെ ഒരു വണ്ടിയിൽ എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങി, അവിടെ ഓഫീസിലുള്ളവരും അകത്തുള്ളവരൊക്കെ പുറത്ത് ചാടി ഇറങ്ങും. അവരെ അറിയാതെ തന്നെ നിങ്ങളെ ബഹുമാനിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. മനസ്സിലായോ? ഇതേപോലെ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? പുത്രന്റെ കയ്യിലേക്ക് ഒന്നങ്ങ് കൊടുത്തു, സകലരെയും ന്യായം വിധിക്കാൻ ഉള്ള അധികാരം. പിതാവാണ് ന്യായാധിപതി, പുത്രന്റെ കയ്യിൽ കൊടുത്തു. ഈ നിങ്ങൾക്കറിയാം, നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ പ്രാക്ടിക്കലിന് മാർക്ക് ഇടുന്ന ടീച്ചർമാരുടെ ആരെങ്കിലും പിണങ്ങോ? ഒരെണ്ണം പിണങ്ങില്ല. ഇതാ അവരെന്നാ പറഞ്ഞാൽ ആ ടീച്ചർമാർ, ഞങ്ങൾക്കറിയാം, ഒരു സുമതി മാഡം ഉണ്ടായിരുന്നു, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുണ്ടപ്പോൾ. ആ സമയത്ത് ആ മാഡം പല രീതിയിൽ ഒരു പിണങ്ങേണ്ട അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടെങ്കിൽ ഞങ്ങൾ പിണങ്ങൂല. ഞങ്ങൾ വളരെ ഭവ്യതയോടുകൂടെ നിൽക്കും. കാരണം എന്തെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാൽ അവരാണ് പ്രാക്ടിക്കലിന് മാർക്ക് ഇടുന്നത്. പിടുത്തം കിട്ടിയ അപ്പോൾ ഞങ്ങൾ അവരെ എപ്പോഴും ബഹുമാനിക്കും. ഇവിടെ സ്വകീയ പിതാവ് വളരെ പ്രിസൈസ് ഇൻഫർമേഷൻ തരുന്നത്. തന്നെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിപ്പാൻ താൻ ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മനസ്സിലായോ? ഹല്ലേലൂയ. പിടുത്തം കിട്ടിയോ? അങ്ങനെ നാം പുത്രനെ ബഹുമാനിക്കുമ്പോൾ ആ പുത്രനെ കിട്ടുന്നത് നമ്മളിൽ നിന്നുള്ള ബഹുമാനമല്ല, പിതാവിന്റെ ബഹുമാനം നമ്മളിലൂടെ ചെല്ലുകയാ. ഇത് പുത്രൻ സ്വീകരിക്കും. അല്ലാതെ പുത്രൻ നമ്മളിൽ നിന്നുള്ള ബഹുമാനം സ്വീകരിക്കുന്നില്ല എന്ന ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയാണ്. യേശു പറയാണ്, അതിന്റെ 5-ന്റെ 41, 42, 43 ഭാഗങ്ങൾ പറയാണ്, നിങ്ങൾ തമ്മിൽ ബഹുമാനിച്ച് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. അപ്പൊ ശരിക്കും ആഗ്രഹിക്കേണ്ടത് എവിടെ നിന്നുള്ള ബഹുമാനം എന്നറിയാമോ? ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനാണ് ആഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, മറ്റു മനുഷ്യരെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നം മുഴുവൻ. വായിച്ചേ. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അപ്പോ തമ്മിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന പരിപാടി ഏക ദൈവത്തിലുള്ള ബഹുമാനം വേണ്ടേന്നാനും. ശരിക്കും യേശു അന്വേഷിക്കുന്നത് ഏക ദൈവത്തിലുള്ള ബഹുമാനം. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ ഇതാ അവിടെ കാണാം യേശുവിനെ കുറിച്ച്, ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. ഹല്ലേലൂയ. എടുത്തേക്ക് വായിച്ചേ. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. അപ്പോ യേശുവിന്റെ നേച്ചർ കണ്ടോ? മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. പിന്നെ ഏത് ബഹുമാനം വാങ്ങും? പിതാവിന്റെ ബഹുമാനം താൻ വാങ്ങും. എന്നെ ബഹുമാനിക്കണത് ഞാനല്ല, എന്നെ ബഹുമാനിക്കുന്നത് എന്നെ അയച്ച എൻ്റെ പിതാവാ. ഇതാ യേശു പറയുന്നേ. ആ പിതാവ് മനുഷ്യരോട് പറഞ്ഞിരിക്കുക, എൻ്റെ മകനെ ബഹുമാനിക്കുക. ആ ബഹുമാനം യേശു വാങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം വ്യക്തതയോടെ മനസ്സിലാക്കുക, ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലായോ? നമ്മൾ 100% ആ അപ്പനെ ഇതാ ഏക സത്യ ദൈവമെന്ന് യേശുക്രിസ്തു വിശേഷിപ്പിക്കുന്ന അപ്പനെ നമ്മൾ ബഹുമാനിക്കണം. 100% പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. ഹല്ലേലൂയ. അപ്പോ ആ അപ്പം പറയാണ്, നിങ്ങൾ എൻ്റെ മകനെയും ബഹുമാനിക്കണം. അവൻ ആരാണ്?
സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവാണ്, അധികാരിയാണ്, എൻ്റെ മകനാണ്. അപ്പോൾ അവന് നിങ്ങൾ എന്ത് കൊടുക്കണം? ഒരു രാജാവിൻ്റെ എല്ലാ ബഹുമാനവും നിങ്ങൾ അവന് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഡിട്രോണമി 29 ആവർത്തനം 29 ഡിട്രോണമി അല്ല, ഫസ്റ്റ് ക്രോണിക്കൽ 1 ദിനവൃത്താന്തം 29:20 നമുക്ക് കാണാൻ പറ്റും. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ കാണാം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയിൽ ദാവീദ് ദേവാലയം പണിയണമെന്ന് ആഗ്രഹിച്ചു. താൻ അതിനുവേണ്ടി എല്ലാം കരുതി. പക്ഷേ തനിക്ക് ഒരു സ്വസ്ഥതയില്ല, എപ്പോഴും യുദ്ധം. അങ്ങനെ യുദ്ധം നടന്ന് തനിക്ക് ദേവാലയം പണിയാൻ സമയം കിട്ടിയില്ല. സാധനങ്ങളൊക്കെ സ്വരൂപിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ മകൻ ശലോമോനെ കൊണ്ടത് പണിയിപ്പിക്കണം, അവൻ അങ്ങ് സ്വസ്ഥത കൊടുക്കണം. സ്വസ്ഥതയില്ലാതെ പറയാൻ പറ്റും. മനസ്സ് വല്ലോടത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡു വൺ തിങ് അറ്റ് എ ടൈം വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്യണം, അത് പൂർത്തീകരിക്കണം. പല കാര്യത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളൊരു കാര്യം ഓരോ ദിവസവും ഇത്ര 12 മണിക്കൂർ നമുക്ക് വർക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ 12 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്യണം. അതിന് മുമ്പ്, നാളെ തുടങ്ങുന്നതിന് മുമ്പ് നാളത്തെ ദിവസം ഇന്ന് നമ്മുടെ മനസ്സിൽ ഫിനിഷ് ചെയ്യണം. എന്നിട്ട് ആ ടൈമിന്, ആ ഓരോ ടൈം പീരീഡിലും നമ്മൾ ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് അത് പൂർത്തീകരിക്കണം. ഇതാണ് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മെത്തേഡ്. പലപ്പോഴും ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളോട് പറയുമ്പോൾ അവർക്കൊന്നും ഇത് താല്പര്യമില്ല ഇതിന്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങൾ എവിടെ എത്തത്തില്ല. യേശുവിൻ്റെ മെത്തേഡ് കൈകാര്യം ചെയ്തു. ഹല്ലേലൂയ. അത് പൂർത്തീകരിച്ചിട്ട് പപ്പയോട് പറയും, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. നവോമി ഇതാ പറയുന്ന രംഗമുണ്ട്. ഇതാ അവനാണോ ഈ കാര്യം ഏറ്റെടുത്തത്? അങ്ങനെയെങ്കിൽ ഇത് പൂർത്തീകരിച്ചിട്ടല്ലാതെ, ബോവസിനെ കുറിച്ചാണ്, അവൻ അടങ്ങത്തില്ല, അവൻ ഇരിക്കത്തില്ല. യേശുവിൻ്റെ വേറൊരു ചിത്രം ഇതേപോലെ ആയിരിക്കണം നമ്മളും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദാവീദ് പറയാണ്, ഇതാ ദൈവത്തോട്, ഇതാ അവന് സ്വസ്ഥത കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകന് ഏകാഗ്രമായ ഹൃദയം കൊടുക്കണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ദാവീദ് സഭയോട് പറഞ്ഞു ദൈവത്തെ നമസ്കരിക്കാൻ. ദാവീദ് ആരാന്നറിയാമോ? രാജാവാ. ഉടനെ ജനം അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തെയും ദാവീദ് രാജാവിനെയും ആരാധിച്ചു, നമസ്കരിച്ചു. അതിൻ്റെ അർത്ഥം ദാവീദ് വേറൊരു ദൈവമായെന്നല്ല. എന്താ? റെക്കോർഡല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേ. അവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത്, രാജാവ് ജനത്തോട് പറയാണ് ദൈവത്തെ നമസ്കരിപ്പിൻ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഈ ജനം നമസ്കരിച്ചപ്പോൾ അവിടെ ആരുണ്ട്? രാജാവ് ഈ സ്റ്റേജിലുള്ളതുപോലെ രാജാവ് അവിടെ ഉണ്ട്. ദൈവത്തെയും രാജാവിനെയും നമസ്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ നമസ്കാരം എന്ന് പറയുന്നത് ബഹുമാനം എന്നാണ് അർത്ഥം. മനസ്സിലായോ? ബഹുമാനം. ദൈവത്തെ ബഹുമാനിക്കുന്നതിന് നമ്മൾ പേരിടുന്നത് ആരാധന എന്ന് പേരിടുന്നു. ആ ബഹുമാനം ആരാധന ആകണമെങ്കിൽ 100% പോകണം. 100 പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആ ബഹുമാനം ദൈവത്തിന് പോകുന്നു. അപ്പോൾ തന്നെ ദൈവത്താൽ നിയമിതനായ രാജാവ് അവിടെയുണ്ട്. ആ രാജാവിനെയും അവർ നമസ്കരിച്ചു. അത് ദൈവത്തിനുള്ള ആരാധനയല്ല, രാജാവിനുള്ള ബഹുമാനമാണ് ദൈവകൽപ്പനയാൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇതേപോലെ തന്നെ സ്വർഗത്തിലും സ്വർഗീയ പോപ്പുലേഷനും ഭൂമിയിലും ഈ ഭൂമിയിലുള്ള ജനവും എല്ലാം പിതാവിനെയും പുത്രനെയും നമസ്കരിക്കും. പിതാവിനെ നമസ്കരിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത് പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ ഏകദൈവമായ സ്വർഗസ്ഥ പിതാവിനെ യേശുക്രിസ്തു കൽപ്പിച്ചതുപോലെ, യോഹന്നാൻ 4 യേശുക്രിസ്തു കൽപ്പിച്ചതുപോലെ യഥാർത്ഥ ആരാധകർ പിതാവിനെ ആത്മാവിൽ ആരാധിക്കും. അതിൽ വീണ്ടും ഒരു കറക്ഷൻ ശ്രദ്ധിക്കുക, ആത്മാവിൽ ആരാധിക്കും, ജഡത്തിലല്ല. അതിൻ്റെ അർത്ഥം പുതിയ സൃഷ്ടിയുടെ ആരാധനയാണ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി ആത്മാവില്ല. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയാം, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ജഡത്തിലുള്ള ആരാധന വേറെ, ആത്മാവിലുള്ള ആരാധന വേറെ. ആത്മാവിലുള്ള ആരാധന പുതിയ സൃഷ്ടിയുടെ ആരാധന, ജഡത്തിലുള്ള ആരാധന ബുദ്ധിയിലുള്ള ആരാധന പഴയ സൃഷ്ടിയുടെ
ആരാധനയാണ്. ഹല്ലേലൂയ. ഇതാ ഞാൻ സകലത്തെയും പുതിയതാക്കുന്നു. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ഇത് ആത്മാവിലുള്ള ആരാധന ദൈവവംശത്തിൻ്റെ ആരാധനയാണ്. അവിടെയൊക്കെ നമ്മൾ എത്തപ്പെടുവാനായിട്ട് ഇടയാകണം. എന്നാൽ ബേസിക്കലി തന്നെ പിശാച് അടിച്ച് തകർത്തിരിക്കുന്നത് കൊണ്ട് ജനത്തിന് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 19 വായിച്ച്, 29ന്റെ 19 വായിച്ച്. എന്റെ മകനായ ശലോമോൻ, നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിന് പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവന് ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. അപ്പൊ എന്തെങ്കിലും കാര്യം നിവർത്തിക്കണമെങ്കിൽ എന്നാ വേണം? ഏകാഗ്ര ഹൃദയം വേണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉള്ളവരുടെ, എൻ്റെ വീട്ടിലുള്ളവർ രാവിലെ എന്നെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറില്ല. കാരണം രാവിലെയാണ് കൂടുതൽ ദൈവം സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ. അപ്പോൾ ഞാൻ കാണാറുണ്ട് രാവിലെ ന്യൂസും കൊണ്ടുവരും ആളുകൾ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് രാവിലെ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ന്യൂസും വരല്ലേ. അവർ വിളിക്കണം, ഇവർ വിളിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് തരണ്ട. എനിക്ക് ആദ്യം കേൾക്കേണ്ടത് ഭൂമിയിലെ മനുഷ്യരെ അല്ല, ആദ്യം കേൾക്കേണ്ടത് എൻ്റെ അപ്പനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയിലെ ചിന്തകൾ മനസ്സിലേക്ക് വന്നിട്ട് ആ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ പിന്നെ അപ്പനിൽ നിന്നുള്ള ചിന്ത കിട്ടില്ല. അത് മാഞ്ഞു പോവും, മറഞ്ഞു പോകും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ വീടിൻ്റെ മുമ്പിൽ രാവിലെ മഞ്ഞ വീഴും. ആദ്യം മഞ്ഞിൻ്റെ മുകളിൽ മഞ്ഞയുടെ മുകളിൽ വീണ്ടും മഞ്ഞ്. പക്ഷേ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മഞ്ഞയെല്ലാം ഉരുകിപ്പോകും. അവിടെ എഴുതിയിരിക്കുക, സൂര്യൻ ഉദിച്ചാൽ ഉരുകിപ്പോകും. ഈ ലോകത്തിൻ്റെ ചിന്തകളാകുന്ന ആ ചിന്തകൾ നമ്മുടെ അകത്തേക്ക് വന്നാൽ പിന്നെ മഞ്ഞൊന്നും കെട്ടത്തില്ല. അവർ ഇന്ന ആളുടെ അടുത്ത് പോയി, ഇന്ന ആള് ആക്സിഡൻ്റ് ആയി, ഇന്ന ആൾക്ക് ഇന്ന വിഷയമായി, ഇതാ ഇന്ന ആള് ഇന്നോടത്ത് 3 പേരെ കൊന്നു, ഇന്ന ആൾ ദേ വരുന്നു, ഇന്ന അനിയത്തി വരൂ എന്ന് പറയുന്നു, ചേട്ടത്തി പോകുമെന്ന് പറയുന്നു. ഇതെല്ലാം കൂടി അകത്തേക്ക് വരുമ്പോൾ ഈ ദൈവിക ചിന്തകൾ അങ്ങ് ഉരുകി അങ്ങില്ലാണ്ടാവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഏകാഗ്രത ഹൃദയം വേണം. ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായിപ്പോ എന്ന് ഒരു നല്ല ദൈവദാസൻ ഭയപ്പെടുന്നു എന്നാ പൗലോസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏകാഗ്രത ഉണ്ടെങ്കിലേ ചെയ്തെടുക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് വിവരമുള്ള ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അപ്പാ സ്വർഗീയ പിതാവേ, എൻ്റെ മോനിത് ചെയ്തു കൊടുക്കാൻ അവന് ഏകാഗ്രതയുള്ള ഹൃദയം കൊടുക്കുക. എനിക്കോ അത് കിട്ടിയില്ല, മൊത്തം യുദ്ധമാണ്. മനസ്സിലായോ? അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പല കാര്യങ്ങൾ ഇടപെടരുത്. ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കണം, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കണം. എന്നിട്ട് ആ ദൈവകരങ്ങളെ സമർപ്പിക്കണം. അത് പൂർത്തീകരിക്കാൻ, അത് പൂർത്തീകരിച്ച് ക്രിസ്തുവെ പോലെ അത് പൂർത്തീകരിച്ചിട്ട് പറയണം, ഡാഡി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ ബോക്സ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പല രീതിയിലും മൂവ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. പക്ഷേ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. അവസാനം അതെല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തു. അവിടെ സ്ക്രൂ ചെയ്തു, അത് ഡ്രിൽ ചെയ്തു. ആദ്യം സ്റ്റീൽ ഡ്രിൽ ചെയ്തു, പിന്നെ ഭിത്തി ഡ്രിൽ ചെയ്തു, വേറെ എല്ലാം ഭിത്തികളൊക്കെ മാറി വേണം. അതിൽ സ്റ്റിക്ക് ചെയ്തു, സ്റ്റിക്കർ ഒട്ടിച്ചു. കാര്യങ്ങൾ അത് അന്വേഷിച്ച് തപ്പിപ്പിടിക്കണം. ഒരു സ്ഥലത്ത് പോയി ഇത് ഓർഡർ കൊടുത്തു. അവർ 2 ആഴ്ച കഴിഞ്ഞിട്ട് പറ്റിച്ചു, അവരുണ്ടാക്കി തന്നില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നെ പറ്റിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ കർത്താവ് എന്നെ ഒരു സ്ഥലത്തേക്ക് നയിച്ചു. ആ സ്ഥലത്ത് ചെന്നപ്പോൾ കറക്റ്റായിട്ട് റെഡിമെയ്ഡ് SS-ൻ്റെ സാധനം റെഡി കിടക്കുന്നു. ഇതാ അത് വാങ്ങിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, ഫിനിഷ്ഡ്. ഇപ്പോൾ പപ്പയെ റിപ്പോർട്ട് ചെയ്തു, ഡാഡി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി അടുത്ത പണി ഏൽപ്പിക്കുക. പപ്പയുടെ ഹൃദയത്തിൽ സന്തോഷമാണ്. ഹല്ലേലൂയ. മറ്റതങ്ങനെയല്ല, പക്ഷേ അത് ചെയ്തു പക്ഷെ ബട്ടുകാർക്ക് അടുത്ത പണിയില്ല. മനസ്സിലായോ? കർത്താവിനെ പോലെ പറഞ്ഞോ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. കാടും മലയും താണ്ടിയാണെങ്കിലും ദൈവം ഏൽപ്പിച്ച പണി പൂർത്തീകരിച്ച് അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. നമ്മുടെ കഴിവ് വേണ്ടെന്നേ, നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചാൽ മതി. അപ്പ എനിക്ക് കഴിവില്ല, അങ്ങനെ കഴിവുള്ളവനാക്കണേ, അതിനാ കൃപ. മനുഷ്യർ അസാധ്യം ദൈവം സാധ്യമാക്കി തരാം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കാര്യങ്ങൾ പൂർത്തീകരിക്കുക. നമ്മുടെ കർത്താവ് എപ്പോഴും അന്വേഷിക്കുന്ന ഫലമില്ലാത്തതിനെ വെട്ടിക്കളഞ്ഞേക്കാനാണ് കർത്താവ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ നാളുകളിൽ നമ്മുടെ അകത്തൊന്ന് ഫലം വരണം, ദൈവപുത്രൻ്റെ ഫലം. ഇതാ ഏകാഗ്രത ഹൃദയം കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. തുടർന്ന് അവിടെ നടക്കുന്ന സംഭവമാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച്. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. മനസ്സിലായോ? യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ വർഷിപ്പ് എന്ന് എഴുതി വെച്ചേക്കണേ. വർഷിപ്പ് ദ ലോർഡ് ആൻഡ് ദ കിങ്. അതിൻ്റെ അർത്ഥം കിങ് രാജാവ് ദൈവമായെന്നാണ് അതിൻ്റെ അർത്ഥം.
രാജാവ് അത്യുന്നതനായ ദൈവമായെന്നാണ് അർത്ഥം. രാജാവ് അത്യുന്നതനായ ദൈവമൊന്നായിട്ടില്ല, രണ്ടുപേരെയും ബഹുമാനിച്ചു. അതിന് ദൈവത്തിനുള്ള ബഹുമാനം വേറെ, രാജാവിനുള്ള ബഹുമാനം വേറെ. രാജാവിനെ, ദാവീദിനെ ബഹുമാനിക്കുന്ന രാജാവായിട്ട്, പിതാക്കന്മാരുടെ ദൈവത്തെ ബഹുമാനിക്കുന്നത് സർവപ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കാര്യങ്ങളെ ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എവിടെയെങ്കിലും അക്ഷരത്തെ തൂങ്ങി നമ്മൾ ഓടരുത്, അക്ഷരത്തെ തൂങ്ങി ഓടരുത്. പകരം ദൈവം നമ്മളെ എങ്ങനെ ഗൈഡ് ചെയ്തു അത് മനസ്സിലാക്കുക, അതിന് ചെയ്യുക. സ്വർഗീയ പിതാവിനെ നാം ബഹുമാനിക്കുന്നു. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവായി സർവത്തിൻ്റെയും ഉടമസ്ഥനായ യേശു ക്രിസ്തുവിനെ നമ്മൾ ബഹുമാനിക്കുന്നു. എങ്ങനെയാണ്? അത്യുന്നതനായ ദൈവത്താൽ നിയമിതനായ സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവായി. ഒരു രാജാവിന് എന്ത് ബഹുമാനം! അത് ഏത് രാജാവ്? ഭൂമിയിലെ ഏതെങ്കിലും സാധാ രാജാവല്ല, സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവ്. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ അപ്പൻ്റെ കൽപ്പനയാ പുത്രനെ ചുംബിപ്പാൻ. ആ ചുംബിക്കുന്നതിന് ബഹുമാനമല്ലേ? ഹല്ലേലൂയ. പുത്രനെ അനുസരിക്കുക എന്നാ പറഞ്ഞ അർത്ഥം. ആ പുത്രനെ അനുസരിക്കേ, അവൻ്റെ വഴിയാ പോ. അവനെ അനുസരിക്കാത്തവൻ എല്ലാം ശിക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോൾ ഞാൻ ഇതാ ക്രിസ്തുവിനെ കുറിച്ച് പല പാട്ടുകളും എൻ്റെ ഹൃദയത്തിൽ കണ്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ പാട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ പാട്ട് പാടുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നത് സർവ്വപ്രപഞ്ചത്തിൻ്റെയും രാജാവായി സ്വർഗസ്ഥ പിതാവിനാൽ നിയമിതനായ അധികാരിയും അവകാശിയുമായ പുത്രനായിട്ടാണ്. അല്ലാണ്ട് അത്യുന്നതനായ മനുഷ്യരാരും കാണാൻ കഴിയാത്ത സ്വർഗസ്ഥ പിതാവായിട്ടല്ല. ഹല്ലേലൂയ. ആ പിതാവിനാൽ നിയമിതനായ സർവ്വപ്രപഞ്ചത്തിൻ്റെ രാജാവായ പുത്രൻ. ഇതിൽ വചനപ്രകാരം ഒരു തെറ്റുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. ഇനി വചനപ്രകാരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ മനസ്സുപുതുക്കി രൂപാന്തരം പ്രാപിപ്പാനും തയ്യാറാണ്. ആരുടെ ഹൃദയം കലങ്ങിയില്ലല്ലോ അല്ലേ? നമ്മൾ ഒരു എക്സ്ട്രീമിലേക്ക് പോകരുത്, ആ എക്സ്ട്രീമിലേക്കും പോകരുത്, ഈ എക്സ്ട്രീമിലേക്കും പോകരുത്. പിന്നെ വേറൊരു കാര്യം, ഇനി ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിലും ഇപ്പോൾ നാം അംശമായാലേ അറിയുന്നുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ ദൈവവചനം പറയുന്നത്? ഇപ്പം നാം അംശമായി അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോൾ നാം അറിയപ്പെട്ടത് പോലെ അറിയപ്പെടും. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി മാറും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച്, യേശുവിനെ അനുസരിച്ച്, യേശുവിനെ തലയായി സ്വീകരിച്ച് അനുഗമിച്ച് നാം ചെല്ലുന്നുവെങ്കിൽ നാം നിത്യം ജയം പ്രാപിപ്പാൻ ഇടയാകും എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ ഈ സംശയത്തിന് ഇത്തിരി ക്ലാരിറ്റി കൊടുത്തില്ല എങ്കിൽ പിന്നെ ജനം കൺഫ്യൂഷനിലേക്ക് പോകാനായിട്ട് ഇടയാകും. ഇപ്പോൾ എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ജെറോം ബ്രദർ ഇപ്പം എന്നാ മനസ്സിലായേ? അല്ലെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സൈമൺ ബ്രദറിന് എന്നാ മനസ്സിലായേ? ജെറോം ബ്രദർ പറഞ്ഞേ, ആദ്യം പറ. ഓക്കെ. പിതാവ് ആരാ? ആരാ ഒഫീഷ്യലി ആരാ? എല്ലാത്തിൻ്റെയും ഉടമസ്ഥന, ഓണറാ. കർത്താവ് യേശു ക്രിസ്തു ആരാ? സകലത്തെയും മാനേജ് ചെയ്യുവാൻ അവകാശം കൊടുത്തിരിക്കുകയും അധികാരം കൊടുത്തു. അപ്പം മാനേജറും ആണ് അവകാശിയുമാണ്. ക്ലിയർ അല്ലേ? സൈമൺ ബ്രദറെ ഒന്ന് പറഞ്ഞേ, എന്താ മനസ്സിലായേ? അതെ അതെ അതെ. കറക്റ്റാ, അങ്ങ് പറഞ്ഞ കറക്റ്റാ. പക്ഷെ മലയാളികളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ വർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ വർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഇവിടെ വണക്കം എന്നുള്ളൊരു സംഭവമാണ്. അത് ബഹുമാനം എന്നുള്ളതാണ്. അതുകൊണ്ട് ബൈബിൾ നമ്മൾ കുറച്ചും കൂടെ ഇന്നത്തെ ഈ ക്രിക്കറ്റ് ലോകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വേർഡ് ബഹുമാനം എന്ന് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ബഹുമാനം, ആരാധന, ഇതാണ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വേർഡ്. ആ ബഹുമാനം, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുക എന്നുള്ളൊരു വേർഡ്.
അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷിപ്പ്, നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് വർഷിപ്പ് ദൈവത്തിന് മാത്രം ഉള്ളത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പം ഈ വചനപ്രകാരം വർഷിപ്പ് ഇപ്പം എത്ര പേർക്ക് പോയി? 2 പേർക്ക് പോയി അല്ലേ? ഒന്ന് പിതാവിനും, ഒന്ന് ദൈവത്തിനും പോയി, മറ്റേത് രാജാവിനും പോയി. ആക്ച്വലി വർഷിപ്പ് എന്ന് പറയുന്നത് ബഹുമാനമാണ്. ദൈവത്തെ നമ്മൾ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്ന ബഹുമാനമാണ് റിയലി ദൈവത്തിനുള്ള വർഷിപ്പ്, ദൈവത്തിനുള്ള വണക്കം. ഹല്ലേലൂയ. എന്നാൽ തുടർന്നുള്ള ബാക്കി എല്ലാ ബഹുമാനങ്ങളും ആ ദൈവ കൽപ്പനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബഹുമാനങ്ങളാണ്, ആരാധനകളാണ്. പല ആരാധനകളും ഫിലിം സ്റ്റാർസിൻ്റെ ആരാധകരായി മാറി, അവൻ്റെ ആരാധകരായി മാറി. ഹല്ലേലൂയ. പല രീതിയിൽ. ഇതൊരു കൊച്ചു പയ്യനുണ്ട് നന്നായിട്ട് പാടുന്ന, അവരെ എനിക്കും കാണാൻ എൻ്റെ ഇഷ്ടം. 7 വയസ്സ് ഒരു പയ്യൻ, നമ്മുടെ ഇടുക്കിക്കാരനാണ്, ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നത്. അവനെക്കുറിച്ച് പറയുന്നത് അവന് ധാരാളം ആരാധകരുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആരാധകർ ധാരാളം ഉണ്ടെന്ന്. ഇവരാരും ദൈവത്തിനെ ആരാധിക്കുന്നതല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത് കാര്യം ക്ലിയർ ആക്കി എടുക്കുക, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് മാത്രം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ ഇന്നത്തെ സമയം നല്ലൊരു പങ്ക് അത് പോയത് കൊണ്ട് ഇനിയിപ്പോൾ 20 മിനിറ്റേ ഉള്ളൂ. ആ 20 മിനിറ്റ് ഒരു ട്രാൻസ്ലേഷനോ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ബാക്കി സത്യം ആഗ്രഹിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും അത് മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. എനി കൺഫ്യൂഷൻ ഇല്ല? ക്ലിയർ? ഗ്ലോറി ടു ഗോഡ്. ദൈവം തുണയ്ക്കട്ടെ. ഹല്ലേലൂയ. Lord, I love you. Jesus, I love you, Dad. ഒരു ചെറിയൊരു സന്ദേശം നിങ്ങൾക്ക് തരാം. ആക്ച്വലി ഈ സന്ദേശം എന്ന് പറയുന്നത്, ഓക്കെ, പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതും കിട്ടത്തില്ല. ഇതും കട്ട് ചെയ്ത് ഇനി പുറത്തേക്ക് പോകേണ്ടതാ കേട്ടോ. Lord, I love you. Give it Jesus. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കാലം അതിൻ്റെ അന്ത്യത്തോട് അടുക്കുകയാണ്. സിലബസ് കൊടുത്ത് തീരാറായി. ഇതാ എക്സാം വരുന്നു. നിങ്ങളൊക്കെ എത്രത്തോളം പഠിച്ചു എന്നെനിക്കറിയില്ല. ഇതിന് സ്റ്റഡി ലീവൊന്നുമില്ല. നിങ്ങൾ തന്നെ ലീവ് എടുത്ത് പഠിച്ചോളണം. ശ്രദ്ധിച്ച് പഠിച്ചില്ല എങ്കിൽ അവസാനം ജയിക്കില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആർക്കും പ്രവചിച്ചുവിടാൻ കഴിയാത്ത രാത്രി വരുന്നു. യേശു കർത്താവിൻ്റെ പ്രവചനമാണ്. അതൊരു വലിയ പരീക്ഷയുടെ നാളാണ്. വെളിപ്പാട് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ സഭയോട് പറയുകയാണ്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ, റാസൽ കൈമിൽ മാത്രം അല്ല, ദുബായിൽ മാത്രം അല്ല, എറണാകുളത്ത് മാത്രം അല്ല, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. അതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സാജു തോമസുമായിട്ടുള്ള ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ പോയി കേൾക്കുക, മനസ്സിലാക്കുക. റിയലി ദാറ്റ്സ് ഗോൾഡ്. റിയലി നമ്മളെ സംരക്ഷിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗ്ഗങ്ങളാണത്. ഒരു കഴിഞ്ഞ സന്ദേശത്തിൽ ഒരു ഇൻഷുറൻസ് മെത്തേഡിലാണ് ദൈവം അത് അറിയിക്കുവാനായിട്ട് ഇടയായത്. നമ്മളൊരു പ്രീമിയം അടയ്ക്കുന്നു, കർത്താവ് നമ്മളെ കാക്കുന്നു. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു, ആശുപത്രി പോകുന്ന ഇൻഷുറൻസുകാർ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കാക്കാം, പക്ഷേ അതിന് മുമ്പ് പ്രീമിയം അടയ്ക്കണം. സാക്ഷ്യതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊള്ളണം.
അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ, ഇത് തിരിച്ചറിയേണ്ടത് ക്രിസ്തീയ സഭയാണ്, ഒരുക്കേണ്ടത് ക്രിസ്തീയ സഭയാണ്, മറ്റുള്ളവർ ഒരുക്കേണ്ടത് ക്രിസ്തീയ സഭയാണ്. അവരെ അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇതിൻ്റെ വിഷയം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നിങ്ങളുടെ ശത്രുവാകുന്ന പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിങ്ങൾക്കറിയാം, വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറവാണ്. പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം പിശാച് അതിൻ്റെ സിസ്റ്റം ഏറ്റവും ശക്തമാക്കി ഉയരത്തിലേക്ക് വളർന്നു കയറിയിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തീയ സഭകളിൽ ഒരു 10-30-35 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സമയം നോക്കിയേ, ഇതാ സൺഡേ സ്കൂൾ നോക്കിയേ. ആ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച തലത്തിലുള്ള അത് ആ കൊച്ചു കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ പാസ്റ്റർമാരടക്കം പറയുന്നു, ഞങ്ങളുടെ പിള്ളേർ ഇപ്പം കിട്ടണില്ല, ഞങ്ങളുടെ പിള്ളേരൊക്കെ സ്കിപ്പായി പോയി കഴിഞ്ഞിരിക്കുക, പഴയതുപോലെയല്ല ഇപ്പോൾ. എന്താ കാരണം? ഈ ലോകത്തിൽ സാത്താൻ്റെ ശക്തി വളർന്നു കയറി. അവൻ്റെ ശക്തി വളർന്നു കയറിയപ്പോൾ ഇതാ സഭ അതിനേക്കാൾ ഉപരിയായി വളരേണ്ടതായിരുന്നു. പക്ഷേ മനുഷ്യർ ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതാണ് ഫസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർ ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവർക്ക് ഈ തൽക്കാലം ഈ ശരീരത്തിന് വേണ്ട എന്തെങ്കിലും പൈസ കിട്ടിയാൽ മതി. അവർക്ക് അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളും അതിനു വേണ്ടിയുള്ള മോഹസ്തുതികളും അതിനു വേണ്ടിയുള്ള വഴികളും സ്തുതികളുമായിട്ട് മനുഷ്യൻ നടക്കുക. മനുഷ്യർക്ക് ദൈവരാജ്യമൊന്നും വേണ്ട, നല്ലൊരു പങ്ക് ഇതൊന്നും വേണ്ടെന്നേ. യഥാർത്ഥ കാര്യം ഇതാ, ദൈവം ഇത് തന്നെയല്ല അന്വേഷിക്കണേ. ഞാനും നിന്റെ മുമ്പിൽ ഒരു സാധനം തരുന്നു, ദൈവരാജ്യം. പിശാച് നിന്റെ മുമ്പിൽ ഒരു സാധനം തരുന്നു, ലോകം. നിനക്ക് ഏത് വേണം നീ തീരുമാനിച്ചോ. നിനക്ക് ലോകം മതി, ഓക്കേ, യു ആർ ഫെയിൽഡ്. ദൈവരാജ്യം വേണോ? ആഗ്രഹം കൊണ്ട് മാത്രം കിട്ടില്ല, നീ സകലതും വിറ്റു വാങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം പിശാച് അതിൻ്റെ ഹെഡ്ഷിപ്പിലേക്ക് ഓടി, അവൻ ശക്തനായി. എന്നാൽ സഭ അതിനേക്കാൾ ശക്തമായനെ അവരുടെ ഹെഡ്ഷിപ്പിലേക്ക്, ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിങ്കിലേക്ക് അവർ ഓടിയെങ്കിൽ, പകരം സ്വർഗീയ പിതാവിനെ ക്രിസ്തീയ സഭകൾ പുറത്താക്കി. നല്ലൊരു പങ്കും പുറത്താക്കി. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ആർക്കും യാതൊരു വേവലാതിയും ഇല്ല. ഇത്ര പറഞ്ഞാൽ യാതൊരു വേവലാതിയും ഇല്ല. ഓൾമോസ്റ്റ് പുറത്താക്കി. ക്രിസ്തീയ ദൈവദാസന്മാരുടെ ഗ്രീറ്റിങ്ങിൽ പിതാവിനെ കാണാനേ ഇല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. അപ്പൊ അപ്പൻ എന്ത് ചെയ്യും? ബൈബിളിലെ എല്ലാ ലേഖനത്തിലും സ്വർഗീയ പിതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും നാമത്തിലെ വന്ദന പറയണേ. ഈ അപ്പനെ എവിടെ നിന്ന് പുറത്താക്കിയെന്നാ? അപ്പനെ പുറത്താക്കി. ലേഖനങ്ങൾ പോയി വായിച്ചു നോക്ക് നിങ്ങൾ വീട്ടിൽ, നിങ്ങളുടെ ബൈബിളിലെ. ഹല്ലേലൂയ. പാട്ടുപുസ്തകത്തിലെ പാട്ടുകളിൽ സ്വർഗീയ പിതാവില്ല. പഴയ വിരലിൽ എണ്ണാവുന്ന ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. ബാക്കിയെല്ലാം അപ്പനെ പുറത്താക്കി. എന്താ സംഭവം? പിശാചിന്റെ ശക്തി സഭകളിൽ എല്ലാ മേഖലകളിലും കയറി അങ്ങ് വരികയാണ്. അപ്പനെ പുറത്താക്കുക. അപ്പനാണ് ഒരു കുടുംബത്തിന്റെ ശക്തി. യേശുക്രിസ്തു പോലും ഗെത്സമനയിൽ കരഞ്ഞപ്പോ ഈ അപ്പനാ ദൂതനെ അയച്ച് മകനെ ശക്തിപ്പെടുത്തിയത്. അപ്പനെ അങ്ങ് പുറത്താക്കുക. ഇതാണ് പിശാചിന്റെ തന്ത്രം. അവൻ കയറുക. അപ്പോൾ ഞാൻ ഇതിനൊരു ഗ്രാഫ് ഇന്ന് രാവിലെ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നപ്പോൾ, ഇതാ ടൈം വേർഡ്സ് ഗ്രോത്ത്. നിങ്ങൾക്ക് ഗ്രാഫൊക്കെ നിങ്ങൾ സ്കൂളിലും കോളേജൊക്കെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അത് മനസ്സിലാകുമായിരിക്കും. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ ഞാൻ ഓൺലൈനിലുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്തിട്ട് നോക്കട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. ഇതാ നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ് ആക്സിസ് വൈ ആക്സിസ് അല്ലേ. ഇതാ എക്സ് ഇങ്ങനൊരു ഹൊറിസോണ്ടൽ തിരശ്ചീനമായ വര,
ഇതാ വൈ, ഒരു ലംബമായ വര. എന്താ വൈ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എക്സ് ആക്സിസ് കാണിക്കുന്ന ടൈമിനെയാണ്. ഇത് യേശു ക്രിസ്തു വന്നു പോയത് മുതൽ ഓരോ 100 വർഷവും ഇങ്ങനെ കാണിക്കുക. അങ്ങനെ ഇതിപ്പോൾ 2,2.4 അല്ല കേട്ടോ, ഇതാ ജസ്റ്റ് ഇങ്ങോട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ 2024 ആ ഭാഗം കൂട്ടിയാൽ മതി. എഴുതിയപ്പോൾ മാറിപ്പോയേക്കണം, ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചേ. ഇതൊരു എക്സാക്റ്റ് ഗ്രാഫൊന്നും അല്ല കേട്ടോ, നിങ്ങൾ ഇത് റെഫർ ചെയ്ത് പോകരുത്, നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടി ഇട്ട് തന്നേക്കണതാണ്. തുടർന്ന് നിങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാലം ഒരു യേശു ക്രിസ്തുവിൻ്റെ കാലം, ഇത് വളർച്ചയാണ്, സ്പിരിച്വൽ ഗ്രോത്താണ്, ഇത് ടൈമാണ്. യേശു ക്രിസ്തുവിൻ്റെ കാലത്തെ 33.5 വർഷക്കാലത്തെ ആ ഒരു യേശുവിൻ്റെ ശുശ്രൂഷയിലൊരു പീരീഡായി കാണിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ ഗ്രോത്ത് മുകളിലേക്കാണ്. നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഗ്രാഫുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പിടുത്തം കിട്ടും. ഓരോ പ്രാവശ്യവും ഇൻഡെക്സും കുറവും കൂടുമൊക്കെ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കത് അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. നോക്കിയേ, തുടർന്ന് യേശുവിൻ്റെ കാലം, ശിഷ്യന്മാരുടെ കാലം വന്നു, നേരെ വീണ്ടും മുകളിലേക്ക് കയറി. ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ ഏകദേശം AD 100. ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ നേരെ താഴേക്ക് വന്നു. അപ്പോസ്തലപ്രവൃത്തി 20:29 പറയുന്നു, പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. ഞങ്ങൾ പോയ ഉടനെ തന്നെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. അത് AD 100 ശേഷം സംഭവിച്ച സംഭവങ്ങളാണ്. പെട്ടെന്ന് ആ സ്പിരിച്വൽ ഗ്രോത്ത് താഴേക്ക് പോയി. തുടർന്ന് വീണ്ടും അത് നേരെ താഴേക്ക് പോവുക, പൊങ്ങുന്നില്ല. കാരണം പിശാച് തൻ്റെ പ്രവൃത്തി വളരെ ശക്തമാക്കി. എവിടെ? സഭയുടെ ഉള്ളിൽ. അവൻ്റെ ആളുകളെ സഭയിൽ നിറച്ചു, കളകളെ സഭയിൽ നിറച്ചു, കള്ളപ്രവാചകന്മാരെ നിറച്ചു, കള്ള സഹോദരന്മാരെ നിറച്ചു. എല്ലാവരും അറിയുന്നില്ല, എല്ലാവരും നല്ലൊരു പങ്ക് ആടുകളുടെ വേഷം പൂണ്ട ചെന്നായ്ക്കളാണ്. കർത്താവ് പറഞ്ഞു നേരത്തെ തന്നെ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയിൽ കിടക്കും. അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്, എല്ലാം കളകളായിട്ട് ഇടയിൽ കിടക്കുക. സത്യസുവിശേഷം വരാൻ അവർ സമ്മതിക്കത്തില്ല. സത്യപാതയിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്ത് കളയും. അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്ക്. ദൈവസ്വരാജ്യ സന്ദേശം വന്നാൽ ഉടനെ അവർ എഴുന്നേക്കും, കളകൾ ചാടി എഴുന്നേക്കും. അവരുടെ ആത്മാർത്ഥത, അവരുടെ അപ്പനോടുള്ള ആത്മാർത്ഥത, അവരുടനെ ചാടി എഴുന്നേക്കും, ഇതിനെ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ ആളുകൾ പേടിച്ച് മിണ്ടാതിരിക്കും. ഹല്ലേലൂയ. അതേ രീതിയിൽ AD 300 ആയപ്പോൾ നേരെ അത് തളർന്നു. സൂനകദോസുകൾ കൂടിക്കൂടി, കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഒരു ജാതീയ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടി സൂനകദോസും കൂടി എല്ലാം കറപ്റ്റഡാക്കി. സത്യമെന്ന് തോന്നും, പക്ഷേ അതിൽ ലക്ഷ്യം മാറ്റിക്കളയുന്നത് കയറ്റിവെക്കും. തുടർന്ന് മുന്നോട്ടേക്ക് വന്നു. നേരെ താഴേക്ക് സഭയുടെ വളർച്ച നോക്കി. സഭയുടെ സ്പിരിച്വൽ ഗ്രോത്ത് നേരെ താഴേക്ക്, കാലങ്ങളോളം താഴേക്കായി. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് വരെ താഴേക്ക് പോന്ന് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതറിലൂടെ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച്, സാൽവേഷൻ ബൈ ഫെയ്ത്ത്, മനുഷ്യൻ്റെ പ്രവൃത്തികളിലൂടെയല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ എന്നുള്ള ആ ക്രമീകരണം കടന്നു വന്നപ്പോൾ അദ്ദേഹം തൻ്റെ 95 തീസിസ് അവരുടെ ചർച്ചിൻ്റെ മുമ്പിൽ അദ്ദേഹം പിൻ ചെയ്തു വെച്ചു. അതോടെ അദ്ദേഹത്തിന് എന്നാ പറ്റി? ചർച്ചിൽ നിന്ന് പുറത്താക്കി. മനസ്സിലായോ? ആരെങ്കിലും ബൈബിളിലെ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിയാൽ ഉടനെ അവരെ പുറത്താക്കുക. തുടർന്ന് വീണ്ടും അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 125-130 വർഷങ്ങൾക്ക് മുമ്പ് അസുസ സ്ട്രീറ്റ് കൺവെൻഷൻസ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ, അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ചൊരിയുന്ന സമയത്ത് കണ്ടോ, വീണ്ടും നേരെ മുകളിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ, കയറണുണ്ടോ? ഹല്ലേലൂയ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് കുറയും കൂടുകയും ചെയ്യണത് പോലെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് ഓഫീസർ ഇങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ട് ഇടയായി. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഇലക്ഷൻ അല്ല, കാരണം ഇനി മോദി 4 വർഷം കൂടി ഉണ്ടല്ലോ, അത് മുകളിലേക്ക് തന്നെയായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ അമേരിക്കൻ ഇലക്ഷനാണ് തീരുമാനിക്കുന്നത് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണമെന്ന്. യുദ്ധം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ അവർ അതിനെ വിശകലനം ചെയ്യുന്നത് പോലെ മാർട്ടിൻ ലൂതറിന്റെ വരവും അതിനുശേഷം അസുസ സ്ട്രീറ്റ് കൺവെൻഷനൊക്കെ നേരെ മുകളിലേക്ക് പൊങ്ങി, വീണ്ടും താഴേക്ക് കുതിച്ചു. അതിൻ്റെ കാരണം ഇപ്പോൾ നേരെ താഴേക്ക് കുതിക്കുക. കാരണം പിശാച് തൻ്റെ ശക്തി കേന്ദ്രം അടിച്ച് കയറുകയാണ്. ശ്രദ്ധിച്ചോ, ഇനി വേറൊരു ഗ്രാഫ് കയറാൻ പോകും കേട്ടോ. പിശാചിൻ്റെ ഗ്രാഫ്, അവൻ്റെ ഗ്രോത്ത് റെഡ് ലൈൻ പോകണം. ഇത് മറ്റേത് ഗ്രീൻ ലൈൻ. സ്പിരിച്വാലിറ്റി, ഗ്രീൻ ലൈൻ സ്പിരിച്വാലിറ്റി. പിശാചിൻ്റെ സിസ്റ്റത്തിൻ്റെ വളർച്ച. യേശു ക്രിസ്തു വന്ന് കാൽവരി ക്രൂശിൽ യാഗമായി കഴിഞ്ഞപ്പോൾ
വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം പേപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി അവൻ സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങുക. ആ വളർച്ച നേരെ ഇതാ കയറി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാ. പിശാച് ശക്തമാകുന്നതോടുകൂടെ, പിശാചിൻ്റെതായ ലൈൻ ശക്തമാകുന്നതോടുകൂടെ ഇതാ സഭയുടെ ആത്മീയ വളർച്ച നേരെ താഴേക്ക് പോരുകയാണ്. ഇതാ അവ നേരെ ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കൂ, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കയറ്റും. ഇതാ പിശാച് ശക്തിപ്പെട്ട് അവൻ്റെ സിസ്റ്റം കയറുകയാണ്. പിന്നെ ഇതാ അന്ന് മുതൽ ഇതാ നേരെ ഇത് ഇരുണ്ട ഒരു അവസ്ഥയിൽ പിശാച് ഇങ്ങനെ കയറി മുകളിലേക്ക് പോയി. പിശാചിൻ്റെ സിസ്റ്റം അതോടൊപ്പം സഭയുടെ ആ ഗ്രോത്ത് നേരെ താഴേക്ക് കയറി പോന്നു. അതിനുശേഷം ഇതാ മാർട്ടിൻ ലൂതറിൻ്റെ കാലത്ത് ഇതാ വിശ്വാസമുള്ള സാൽവേഷൻ ഇതെല്ലാം കടന്നു വന്നപ്പോൾ സഭയ്ക്ക് വീണ്ടും ആത്മീയ വർധന തുടങ്ങി. അസോസിയേഷൻ കൺവെൻഷനിൽ വീണ്ടും ആത്മീയ വർധന തുടങ്ങി. പിശാചിൻ്റെ സിസ്റ്റം നേരെ താഴേക്ക് വന്നു. നീ ശ്രദ്ധിച്ചോട്ടോ, അടുത്തത് ഒരു വമ്പൻ കയറ്റമാണ് പിശാചിൻ്റെത്. നേരെ മുകളിലേക്ക് ഇന്റർനെറ്റ് വന്നതോടുകൂടെ പെട്ടെന്ന് അവൻ്റെ സിസ്റ്റം മുകളിലേക്ക് കയറി. സഭ നേരെ മുഞ്ഞുകുത്തി താഴേക്ക് പോരുക. കാരണം പിശാച് അവൻ്റെ ഹെഡ്ഷിപ്പിലേക്ക് ഓടിക്കേറുക. അവൻ്റെ തലയിലേക്ക്, അവൻ്റെ സിസ്റ്റം, അവൻ്റെ ലോക സിസ്റ്റം ആ പിശാചിലേക്ക്, ആൻറ്റി ക്രൈസ്റ്റിലേക്ക് ഓടിക്കേറുകയാ. എന്നാൽ നമ്മൾ നമ്മുടെ ഹെഡ്ഷിപ്പിലേക്ക് കയറണം. പിതാവിലേക്ക് എത്തണതിന് പകരം പിതാവിനെ ഒഴിവാക്കി. പിശാച് അതിന് ജയിച്ചു. പിതാവിനെ സഭകളിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പിശാച് ജയിച്ചു. പിതാവിനെ ഒഴിവാക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പവും, ഒരു മക്കൾക്കും ഒരു കുഴപ്പവും ഇല്ല. മനസ്സിലായ? പലരും പറഞ്ഞു കേട്ടില്ലേ, ഇനിയും ചാകാൻ വേണ്ടി പ്രാർത്ഥിക്കൂ, പിന്നെയും പിതാവ് അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ, ഇനിയിപ്പോ ആ വ്യക്തി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇനിയിപ്പോ ചെങ്ങനിൽ നിന്ന് ചാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതാ പിതാവ് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടിയാൽ മതി എന്നാ പലർക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭൂമിയിലെ പിതാവ് പോലെയല്ല, ഒരിക്കലും മരണമില്ലാത്ത സർവ്വത്തിൻ്റെയും ഉടമസ്ഥനാണ്, സകലം കൈകാര്യം ചെയ്യുന്ന പിതാവാണ്. ആ പിതാവിനെ സഭയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പിശാച് ജയിച്ചു. ഹല്ലേലൂയ. ആ പിതാവാണ് നമ്മുടെ ശക്തി. യേശുവിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എങ്ങോട്ട് ഓടിച്ചെന്നേ? പിതാവിൻ്റെ അടുക്കലേക്ക്. ശിഷ്യന്മാര് സഹായിച്ചോ? ഞങ്ങൾ വലിയ വീരവാദമൊക്കെ പറഞ്ഞു അല്ലേ? വീരവാദം പറയാൻ ഞങ്ങളുണ്ട്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും നിങ്ങളെ തള്ളിപ്പറയാൻ വീരവാദം പറയാൻ ഞങ്ങളുണ്ട്. പക്ഷെ കാര്യം വന്നപ്പോഴോ ഒക്കെ ഓടിയില്ലേ? യേശു പറഞ്ഞു, നിങ്ങളെല്ലാം എന്നെ വിട്ട് പിരിഞ്ഞു പോകും, പക്ഷെ എങ്കിലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികളോട് നല്ലൊരു മകനോടും ചോദിക്കുക, നിങ്ങളുടെ കൂടെ പിതാവുണ്ടോ? കാരണം പിതാവിനെ ഓൾമോസ്റ്റ് പുറത്താക്കി. ആ പിതാവ് ചോദിക്കുന്നുണ്ട്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, കാളയ്ക്കും കഴുതയ്ക്കും തൻ്റെ യജമാനെയും പുൽത്തൊട്ടിയെ അറിയാം, എൻ്റെ മക്കൾക്ക് എന്നെ അറിയത്തില്ല, അവർക്ക് എന്നെ വേണ്ട. പിന്നെ അവർക്ക് വേണ്ടത് പൊട്ടക്കിണറുകൾ. എൻ്റെ മക്കളെ, പിതാവുണ്ടോ? നമുക്കെല്ലാം ഉണ്ടോ. ആ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആ അപ്പനെയാണ്. അപ്പനെ ഒഴിവാക്കരുത്, ക്രിസ്തുവിലൂടെ അപ്പനിലേക്ക് എത്തിച്ചേരണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടെ ഇതങ്ങ് കയറി മുകളിലേക്ക് സംഭവം കയറി. നിങ്ങൾ മനസ്സിലാക്കുക, നേരത്തെ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കട്ടെ. നേരത്തെ ഈ ഭൂമി ഒറ്റ പീസായിരുന്നു, ഒറ്റ കരയായിരുന്നു, മൊത്തം സമുദ്രം. അതിൽ ഒരു 70% സമുദ്രം തന്നെ, വെള്ളം. അതിലൊരു 25-30% ഭൂമിയേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതാ ഉൽപ്പത്തി 11 കാണാൻ പറ്റും. ജനത്തിൻ്റെ ഐക്യത. അവർ പറയുന്നു, വരുവിൻ നമുക്ക് പണിയാം. എന്ത് പണിയാം? സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം. എന്നിട്ട് നമുക്കൊരു പേരുണ്ടാക്കാം, ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ. ദൈവം അത് കാണാൻ ഇറങ്ങി വന്നു. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ കൂട്ടായ്മ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. അന്ന് ഭൂമി പിരിഞ്ഞു പോയി, കഷ്ണം കഷ്ണമായിട്ടും പോയി. പാൻകിയ അല്ലെങ്കിൽ പാൻകിയ എന്നറിയപ്പെട്ടിരുന്ന ഒറ്റ പീസായ ഭൂമി ഇന്ന് 7 കഷ്ണം ഭൂഖണ്ഡങ്ങളായി, ചെറിയ ചെറിയ ദ്വീപുകളായി ദൈവം പൊട്ടിച്ചു കളഞ്ഞു. ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പഠിക്കുന്നവർക്കറിയാം. പൊട്ടിച്ചു കളഞ്ഞു. ഇനി ഒരു ജിക്സോ പസിൽ പോലെ കഷ്ണം കഷ്ണമായിട്ട് അവിടെ കിടക്കുക. നിങ്ങളതെല്ലാം കൂടി കൂട്ടി വെച്ചോ, ഒറ്റ പീസായിട്ട് കിട്ടും. മാപ്പ് എടുത്ത് നോക്ക്, എന്നിട്ട് കഷ്ണം കൂട്ടി വെക്കേ. ആഫ്രിക്ക കൂട്ടി വെക്കേ, ഇപ്പുറത്തുനിന്ന് ഇതാ അമേരിക്ക കൂട്ടി വെക്കേ, ഇന്ത്യ കൂട്ടി വെക്കേ, എല്ലാം കൂടി ഒരു ഒറ്റ പീസായിട്ടുള്ള ഭൂമിയായിട്ട് കിട്ടും നിങ്ങൾക്ക്. ദൈവം പൊട്ടിച്ചു കളഞ്ഞു.
കാരണം ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ ഐക്യതയെ ദൈവം തകർക്കും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ അന്ത്യകാലത്ത് ഇന്റർനെറ്റിലൂടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ എല്ലാ ഭൂഖണ്ഡവും കൂടി ഒന്നായി മാറി. ത്രൂ ഇന്റർനെറ്റ് ദ ഹോൾ വേൾഡ് ബിക്കം വൺ. എല്ലാം കൂടി ഒന്നായി മാറി. കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് ഇതാ അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, എല്ലാം നിമിഷം കൊണ്ട് കണ്ടുകൊണ്ട് സംസാരിക്കുക, കണ്ടുകൊണ്ട് ആശയവിനിമയം നടത്തുക, എല്ലാം കൂടി ഒന്നായി. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചതാ. കാരണം എൻ ടൈം പരീക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇതൊക്കെ അനുവദിച്ചതാ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഇന്നത്തെ സിസ്റ്റം. പക്ഷെ നമ്മൾ അവിടെയൊന്നുമില്ല. നമ്മളെ അടിച്ച് ഇത് കുറച്ച് പേരുള്ളൂ. കണ്ട് എത്ര പേരുണ്ടെന്നൊക്കെ, വളരെ നിസ്സാര ആളുകളുടെ ഉള്ളിൽ വിളിക്കപ്പെട്ട അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. പിശാച് നമ്മൾ എങ്ങോട്ട് തട്ടിയെന്നറിയാമോ? ഗ്രാഫിന് 2 സൈഡുണ്ട്, ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും. ഇതുണ്ട്, ഇതാണ് ഗ്രാഫിന്റെ പോസിറ്റീവ് സൈഡ്, ഇങ്ങോട്ടേക്ക് ഗെയിൻ. ഗ്രാഫിന്റെ നെഗറ്റീവ് സൈഡ് ലോസ്. നമ്മളെ പിശാച് എങ്ങോട്ട് തട്ടിയെന്നറിയാമോ? ലോസിലേക്ക് തട്ടി, നെഗറ്റീവ് സൈഡിലേക്ക് തട്ടി. കണ്ട, ഇങ്ങോട്ടേക്ക് കയറി പോകേണ്ട നമ്മളെ പിശാച് ഇങ്ങോട്ടേക്ക് തട്ടി, ഫ്ലഷ് സൈഡിലേക്ക് തട്ടി, നെഗറ്റീവ് സൈഡിലേക്ക് തട്ടി. ഇവിടെ ഉള്ളവർക്കൊക്കെ നരകം ഉറപ്പാ. അങ്ങോട്ടേക്ക് തട്ടി. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നമ്മളോട്, ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് തുടങ്ങിയിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. നെഗറ്റീവ് സൈഡിലേക്ക് തട്ടി. ഇതാ നെഗറ്റീവ് സൈഡിൽ ആളുകളൊക്കെ ജയിലിലാ. മാൻസ് റൈസ് ആണ് ഇവിടെ. ആളുകളൊക്കെ ജയിലിലാ. ന്യായപ്രമാണം കൊണ്ടാണ് ഇവിടെ മൂവ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ നമ്മൾ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. ഇതുമല്ല വല്ലവരും അറിയുന്നുണ്ടോ? ഇവരറിയുന്നില്ല. ഇപ്പോഴും പാട്ടും പ്രാർത്ഥനയായിട്ട് ഓടുക. അവസാനം കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ രാജ്യത്തിൽ കടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിലൂടെ അതിവേഗം നിന്റെ തലയായ സ്വർഗസ്ഥ പിതാവിങ്കിലേക്ക്, അത്യുന്നതനായ അപ്പനിലേക്ക് ഓടിച്ചെല്ലുക. അപ്പനെ ഒഴിവാക്കുകയല്ല, അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സഭയ്ക്കുള്ള സന്ദേശമാ, ജയിക്കണോ? അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക്, സ്വർഗസ്ഥ പിതാവിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. യേശുവിനൊരു വിഷയമുണ്ടായപ്പോൾ യേശു ഓടിച്ചെന്നത് ആ അപ്പന്റെ അടുക്കിലേക്കാണെങ്കിൽ, പ്രിയ മകനെ പ്രിയമകളെ, യേശു മാതൃക കാണിച്ചെന്നതുപോലെ നിനക്കൊരു വിഷയമുണ്ടാകുമ്പോൾ ആ ക്രിസ്തുവിൽ നീ അപ്പന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ അപ്പൻ നിന്നെ 2 കൈ നീട്ടി ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ സ്വീകരിച്ചതുപോലെ നിന്നെയും സ്വീകരിക്കാൻ ഇടയാകും. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ നമ്മുടെ അപ്പനോട് ചേർന്നടക്കുക. ക്രിസ്തുവിൽ അപ്പൻ്റെ അടുക്കിലേക്ക് നമുക്ക് യാത്രയാകാം. ദിവസം എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളടയട്ടെ. ഒരു നിമിഷം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച്, വളരെ ഷോർട്ട് ടൈം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ പോസിറ്റീവ് സൈഡിലാണോ നെഗറ്റീവ് സൈഡിലാണോ നമ്മൾ? ആത്മീയമായ വളർച്ചയുടെ തലത്തിലാണോ, അതോ ബൈബിൾ ബുദ്ധിയില്ലാത്തവരെന്ന് പേരിട്ടിരിക്കുന്ന ആത്മാവ് കൊണ്ട് ഒരു വീണ്ടും ജനനം കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലെ അന്നവസ്ത്രാദി നന്മകളിൽ പോയി ഒതുങ്ങി മരണം കൊണ്ട് സീറാവുന്നവരുടെ കൂട്ടത്തിലാണോ? ഞാൻ ഇന്ന് എവിടെയായിരിക്കുന്നു? അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ച്. നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. നാം നമ്മെ തന്നെ വിധിക്കുക. ഇന്ന് ആ നെഗറ്റീവ് സൈഡിലാണ്, ജഡത്തിന്റെ സൈഡിലാണ്, ന്യായപ്രമാണം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന സൈഡിലാണ് എങ്കിൽ, ജഡം വിട്ട് ആത്മാവിലുള്ള ആ സൈഡിലേക്ക്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ പുതിയ സൃഷ്ടിയുടെ ആ ഒരു തലത്തിലേക്ക്, ദൈവത്തിന്റെ വംശത്തിന്റെ സൈഡിലേക്ക്, ഗോഡ്സ് റേസ്, ക്രിസ്തുവിന്റെ തലമുറയുടെ സൈഡിലേക്ക് നമുക്ക് മാറാം. ഒരു തീരുമാനമെടുത്താട്ടെ. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പൻ്റെ അടുക്കലെ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും
ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോട്, പുത്രനോട്, ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണേ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അന്ത്യകാലത്ത് ജ്ഞാനം തന്നെ പ്രധാനം, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. പിശാചിൻ്റെ പദ്ധതികളെയും അങ്ങയുടെ പദ്ധതിയെയും, അങ്ങയുടെ പദ്ധതിക്ക് എതിരെ നിൽക്കുന്ന പിശാചിൻ്റെ പദ്ധതിയെയും, ഫാദേഴ്സ് ബിസിനസ്സിന് എതിർ നിൽക്കുന്ന പിശാചിൻ്റെ ബിസിനസ്സിനെയും ഒരു ഗ്രാഫ് രൂപത്തിൽ ഒന്ന് കാണുവാൻ, അതിൽ ഞങ്ങൾ എവിടെയായിരിക്കുന്നു എന്ന് ഒരല്പമായി ചിന്തിപ്പാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ താഴ്മയോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ രക്തം വയർപ്പ് രക്തത്തുള്ളികളായി വെളിപ്പെടുന്ന സമയത്ത് അങ്ങ് ക്രിസ്തുവിനെ സഹായിച്ചു. ആ ക്രിസ്തുവിൽ ഇന്നും അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഇതാപ്പാ, ഈ ലോകത്തിലെ അങ്ങ് അനുവദിച്ച ഈ പരീക്ഷയിൽ ജയം പ്രാപിച്ച് അങ്ങിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനുള്ള പ്രാധാന്യം പിതാവിനും, ക്രിസ്തുവിനുള്ള പ്രാധാന്യം ക്രിസ്തുവിനും കൊടുക്കുവാൻ, പിതാവിനെ ഒഴിവാക്കി അവിടെ ക്രിസ്തുവിനെ കൊണ്ടുവരുവാനല്ല, പകരം ക്രിസ്തുവിലൂടെ പിതാവിൽ എത്തിച്ചേരുവാൻ ഉള്ള സുബോധവും ബോധ്യവും ബോധവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു. ഈ ജനത്തെ ഏവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേൽ അങ്ങ് കൂട്ടായിരിക്കണേ. എല്ലാ മേഖലയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുഗാമികളായി, ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചതുപോലെ അപ്പനെ ഏൽപ്പിച്ച വേലകൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളായിത്തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു. ഈ ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്ന, രോഗങ്ങളുള്ള ഭാഗങ്ങളെ കരങ്ങളെ വച്ചാട്ടെ. നിങ്ങൾക്ക് സൗഖ്യം ഉറപ്പാണ്. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ളതാണ്. സ്വർഗീയ പിതാവേ, വിശ്വാസത്തോടുകൂടെ ഇവരുടെ കരങ്ങൾ അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കും എന്ന വിശ്വാസത്തോടുകൂടെ, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ തന്ന സൗഖ്യത്തിൻ്റെ വിശ്വാസത്തോടെ ആരെല്ലാം കരം വെച്ചിരിക്കുന്നുവോ അങ്ങ് അവരെ കാണുന്നു. അങ്ങ് അവരെ സൗഖ്യമാക്കുവാൻ കൈ നീട്ടുകയാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇനി തന്നിട്ടുള്ള ആത്മീയ അധികാരം വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ കരം വെച്ചിരിക്കുന്ന ഭാഗത്തെ എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ദൈവഹിതത്തിന് നിരക്കാത്ത പ്രവൃത്തികളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുക. In the name of Jesus. മേലിലെ വേദനയോടെ കണ്ടുപോകരുത്. ആ സ്പിരിറ്റുകൾ നിങ്ങൾക്ക് പോകാം. ഇനി മേലിലവിടെ കണ്ടുപോകരുത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രോപ്പർട്ടി ദൈവ നാമത്തിൽ ഇവരെ കാക്കുന്നു. സർവമഹത്വം പിതാവെങ്ങി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതാ അടുത്ത ധ്യാനം നവംബർ 4 നവംബർ 4 ഇതാ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവ പ്രവൃത്തി ചെയ്യാം. നമുക്ക് മനുഷ്യരെ പിടിക്കുന്നവരാകാം, ക്രിസ്തുവോട് ചേർന്ന് നിൽക്കാം. എവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇന്ന് വൈകിട്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ 6:30 പാണാങ്കുഴിയിൽ, അതായത് പെരുമ്പാവൂരടുത്ത് പാണാങ്കുഴിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലാണ്. കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ അറിയണമെങ്കിൽ പ്രിയ സൈമൺ ബർണോട് ചോദിക്കുക. ദൈവം നിങ്ങൾ എവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ആത്മീയമായ വളർച്ച വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന സഹനമെന്ന ആ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനം കാത്ത് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഓട്ടപ്പന്തയം വളരെ വിശ്വസ്തയോടുകൂടെ, വിശ്വാസത്തെ കാത്ത്
ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഫിലിപ്പ് ജോർജ് അങ്കിള് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദി കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മയെ കർത്താവിത്വത്തോളം അനുഗ്രഹിച്ചുകൊണ്ടു അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടെ, താഴ്മയോടെ, ഏകാഗ്രതയോടെ, സാന്നിധ്യ ബോധത്തോടെ, നിഷ്കളങ്കതയോടെ അങ്ങയുടെ പ്രിയ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ നാഥ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. കർത്താവെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാൻ നമ്മുടെ ദാസനെ ബലപ്പെടുത്തിയതിനാൽ നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ കർത്താവ് ഞങ്ങളെ എവരെയും സഹായിച്ചതിനാൽ നന്ദി കർത്താവെ. നേതൃത്വം നൽകി ഞങ്ങളുടെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെയും കുടുംബത്തെയും കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ പ്രിയ മക്കളിലൂടെ ആദ്യം ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് നന്ദി. ഓരോ ദിവസവും അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകൾ നൽകി അവരെ കർത്താവ് ക്രിസ്തുവിലേക്ക് കർത്താവെ ആല്യം കൊണ്ടുവരുന്നതിനാൽ, വളർത്തുന്നതിനാൽ നാഥാ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. കേൾപ്പിച്ച ഓരോ ആലോചനകളും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ശുശ്രൂഷിച്ച് ഞങ്ങളുടെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഈ അന്ത്യകാലത്ത് അറിഞ്ഞിരിക്കേണ്ടുന്ന സത്യവചനങ്ങൾ കർത്താവ് അങ്ങയുടെ മകനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ നാഥ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പന് കൊടുക്കേണ്ടുന്ന ബഹുമാനം, പുത്രന് കൊടുക്കേണ്ട ബഹുമാനം, ഹല്ലേലൂയ കർത്താവെ, അത് വ്യക്തമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ നാഥ ഞങ്ങളൊക്കെ വാഴ്ത്തി സ്തുതിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. കർത്താവിന് മഹത്വം. കർത്താവെ കേൾപ്പിച്ച വചനമെല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾക്ക് ജീവനായും ആത്മാവായും വെളിപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനാൽ നാഥ ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവം മോശയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവമായിട്ടാ. യഹോവ എന്ന നാമത്തിൽ ഞാൻ വെളിപ്പെട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ മോനെ? ആ സർവശക്തിയുള്ള ദൈവം എന്നവിടെ പറയുന്ന വേർഡ് എൽ ഷദായ് എന്ന വേർഡായ എൽ ഷദായ്. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, ഷദായ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ്, എ ബ്രസ്റ്റഡ് ഗാഡ്. ഒരു ഭാഗത്ത് ഓൾമൈറ്റി ഗാഡ്, ഇറ്റ്സ് എ കോമ്പൗണ്ട് നെയിം. മറുഭാഗത്ത് അമ്മയെ പോലെ മാറിൽ കുഞ്ഞിനു വേണ്ടി പാൽ കരുതിയിരിക്കുന്ന ദൈവം എൽ ഷദായ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. നീ ഭാരപ്പെട്ട് വന്നിരിക്കുന്നോ, സങ്കടപ്പെട്ട് വന്നിരിക്കുന്നോ? ദൈവവചനം പറയാ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഒരു മാതാവ് കുഞ്ഞിന് വേണ്ടി തന്റെ മാറിൽ ദൈവം കൊടുത്ത പാലും കരുതിക്കൊണ്ട് ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് വരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഇതാ അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും വേണ്ടി തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഒരുക്കി വെച്ചിട്ട് ഇവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഒരമ്മ കരുതിയിരിക്കുന്നത് പോലെ പ്രിയ മകനെ, മകളെ, ഈ ശബ്ദ കാഴ്ചവരിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തി സങ്കടത്തോടെ, കണ്ണുനീരോടെ, ആവശ്യങ്ങളോടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ അപ്പനെ നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ അതോടുകൂടി നിന്റെ ജീവിതത്തിലേക്ക് ഈ സപ്ലൈ ആരംഭിക്കുമെന്നുള്ള കാര്യം നിന്നെ അറിയിക്കുകയാണ്. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എൽ ഷദായ്, അമ്മയെ പോലെ മാറുള്ള ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും നിനക്ക് തെളിഞ്ഞാൽ, സത്യം നീ കേട്ടത് കൊണ്ട് കാര്യമില്ല, സത്യം നീ അറിഞ്ഞാൽ സത്യം നിന്നെ സ്വതന്ത്രമാക്കാൻ ഇടയാകും. ഹല്ലേലൂയ. ആ എൽ ഷദായിയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. ഇറ്റ്സ് എ ക്യാരക്ടർ നെയിം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവത്തിലെ ഒരു പേര്. അനേക പേരുകളുണ്ട്. ഹല്ലേലൂയ. ആ അപ്പനെ ഒന്ന് തിരിച്ചറിഞ്ഞേ,
അപ്പനും ഒന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ സകല ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയരട്ടെ, ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. ഈ അമ്മയുടെ സ്നേഹം ഒരിക്കൽ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, ഈ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ അല്പമായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അന്നാണ് ഓമനിക്കും നമ്മയേക്കാൾ എന്നുള്ള പാട്ട് ജനിപ്പാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു തിരിച്ചറിവ്, നിനക്ക് വേണ്ടി കരുതുന്ന, അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഒരു ഉടമസ്ഥൻ നിനക്കുണ്ട്, നിന്റെ അപ്പൻ നിനക്കുണ്ട്. നിന്റെ സകല വിഷയം, എൻ്റെ ജീവിതത്തിലെ സകല വിഷയങ്ങൾ ഹല്ലേലൂയ ചെന്ന് അവസാനിക്കുന്നത് അവിടെയാ. അവരങ്ങനെ പറഞ്ഞത് അവസാനിക്കുന്നത് ഇങ്ങനെയാ, ഇവരിങ്ങനെ പറഞ്ഞത് അവസാനിക്കുന്നത് അവിടെയാ. എല്ലാറ്റിനും പരിഹാരം അവിടെ നിന്നുണ്ട്, എല്ലാറ്റിനും പരിഹാരം. അതുകൊണ്ട് പ്രിയ മകളെ, ദൈവസന്ധി വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. ഞാനും നിങ്ങളും ദൈവസന്ധിയിൽ ആരുമല്ല, ദൈവസന്ധിയിൽ താഴണം. ഹല്ലേലൂയ. എത്രത്തോളം ദൈവസന്ധിയിൽ താഴാമോ അത്രത്തോളം നിന്റെ അപ്പൻ നിന്നെ തൻ്റെ മാറോടണയ്ക്കാം. ഹല്ലേലൂയ. ഒരമ്മ കരയുന്ന കുഞ്ഞിനെ എടുത്തിട്ട് എന്താ ചെയ്യണേ? കൈ കൊണ്ട് തൂക്കി എടുത്തിട്ട് അവിടെ വല്ലതും വെക്കുമോ? ഇല്ല. അമ്മ കരയുന്ന കുഞ്ഞിനെ എടുത്തിട്ട് തൻ്റെ അബ്രസ്റ്റിലേക്ക് തൻ്റെ മാറോടണയ്ക്കാം. ഹല്ലേലൂയ. നമ്മളുടെ കൊമ്പെല്ലാം കളഞ്ഞിട്ട് ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞു വരാം. സ്വർഗരാജ്യം അവർക്കുള്ളതാ. നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം ഈ വിശ്വാസത്തോടെ. നിങ്ങളുടെ സകല ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ തന്നെ ദൈവത്തോട് പറയാം. ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ, എൻ ദൈവമേ, നിൻ സാന്നിധ്യ സ്വാതനം ജീവയാത്രയിൽ. ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ, ജീസസ്. സാന്ത്വനം ജീവയാത്ര. ഹല്ലേലൂയ. നിന്റെ ശ്വാസം ഭക്ഷണമേകി നീ വളർത്തി ഭൂമിയെ നിൻ കൺമണിയായ നിന്റെ ദിവ്യ സമ്പത്താൽ. നിന്റെ ശ്വാസം ഭക്ഷണമേകി നീ വളർത്തി ഭൂമിയെ നിൻ കൺമണിയായോമനെ. നിന്റെ ദിവ്യ സമ്പത്താൽ. ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ, എൻ ദൈവമേ, നിൻ സാന്നിധ്യം സാന്ത്വനം ജീവയാത്രയിൽ. ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവമേ, എൻ ദൈവമേ, നിൻ സാന്നിധ്യം സാന്ത്വനം ജീവയാത്രയിൽ. ആ അപ്പന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഏത് അപ്പനും അമ്മയ്ക്കും മക്കളെ കുറിച്ചൊരു സ്വപ്നമുള്ളതുപോലെ ആ അപ്പന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നമാണ്. ഭൂമിയിൽ അല്പകാലം മാത്രം കാണപ്പെടുന്ന ഒരു ജന്മദിനവാതിലൂടെ ദൈവത്താൽ പ്രവേശിക്കപ്പെട്ട് ഒരു മരണദിനവാതിലൂടെ തിരിച്ചെടുക്കുന്ന നമ്മളെ മണ്ണിലേക്ക് ചേരപ്പെടുന്ന മർത്യനെ അമർത്യനാക്കി മാറ്റണം. ക്ഷണികരായ നമ്മളെ നിത്യരാക്കി മാറ്റണം. സ്വർഗം നമ്മുടെ ഭവനമാക്കി മാറ്റണം. ഭൂമി നമ്മുടെ ഭരണമാക്കി മാറ്റണം. ഏതൊരു അമ്മയ്ക്കും അപ്പനും മക്കളെ കുറിച്ച് സ്വപ്നമുണ്ട്. നമ്മുടെ അപ്പന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നമാണ്. മർത്യനാം എന്നെ അമർത്യനാക്കി, ക്ഷണികനാം എന്നെ നിത്യനാക്കി, സ്വർഗം എന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. മർത്യനാം എന്നെ അമർത്യനാക്കി, ക്ഷണികനാം എന്നെ നിത്യനാക്കി, സ്വർഗം എന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. ഓമനിക്കും നമ്മയേക്കാൾ ഓമനിക്കും ദൈവം
ജീവയാത്രയിൽ, സ്വാന്തന ജീവയാത്രയിൽ, സ്വാന്തന ജീവയാത്രയിൽ, സാന്ത്വനം ജീവയാത്രയിൽ. പ്രിയ മകനെ മകളെ, ഇത് വെറും അക്ഷരങ്ങളല്ല, ഇത് ജീവിതമാണ്. ഇത് വിശ്വസിച്ച് അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഈ അപ്പനോട് കൂടിയുള്ള ജീവിതം മാറുന്നുവെങ്കിൽ എത്രയോ ആനന്ദമാണെന്നറിയോ. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ദാ എൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളി വരുന്ന, അതായത് ദൈവത്തിൽ നിന്ന്, സ്വർഗീയ പിതാവിൽ നിന്ന്, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ അവയവമായി എന്നിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ദൈവ സാന്നിധ്യം എനിക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിൽ എന്നിൽ നിന്ന് പുറത്തേക്ക് തള്ളുക. പക്ഷെ പലപ്പോഴും നമുക്കത് അറിയാൻ പറ്റാത്ത കാര്യം, നമ്മൾ ഈ ലോകത്തിൻ്റെ ആ വ്യാപാരത്തിലേക്ക് കയറി നമ്മുടെ മനസ്സങ്ങ് കലങ്ങി. ഇതാ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവസാന്നിധ്യം നമ്മളിലൂടെ റിലീസ് ചെയ്യപ്പെടത്തില്ല. കാരണം ലോകത്തിൻ്റെ പല പല വിഷയങ്ങൾ കയറി 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 നമ്മുടെ മനസ്സ് ബ്ലോക്ക് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സർപ്പം ഹവയെ ഉപായത്തിൽ ചതിച്ചത് ഇങ്ങനെയാണ്, അവളുടെ മനസ്സ്, നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ ഏകാഗ്രത വിട്ട്. ഹല്ലേലൂയ. ലോകമെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. ഇൻസുലേഷൻ ടേപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇറ്റ്സ് ആൻ ഇൻസുലേഷൻ. എന്തിനാ? ദൈവരാജ്യത്തെ മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ടേപ്പാണ് ലോകം. അനുദിനം നമ്മൾ ആ ടേപ്പ് എടുത്ത് മനസ്സിലേക്ക് ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് നിറച്ച് നമ്മളിലൂടെയുള്ള ദൈവ സാന്നിധ്യം, ഗോഡ്സ് ഫ്ലോ, നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യുക. ഇനി വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ജീവജല നദി ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അരുത്, അരുത്, അരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തു പറയാ, നിങ്ങൾ ലോകക്കാരല്ല, ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ നമുക്ക് നല്ലൊരു പങ്കിന് ഇഷ്ടം വീണ്ടും ലോകക്കാരാകാനാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തു പറ്റി? ഇതാ 3 പ്ലഗിൻ്റെ ഉള്ളിൽ, ഇലക്ട്രിക് 3 പ്ലഗിൻ്റെ ഉള്ളിൽ ഒരു കടന്നൽ കൂട് കൂട്ടിയതുപോലെ നിറച്ച് മണ്ണ് കൊണ്ട് അടഞ്ഞിരിക്കുന്നത് പോലെയാണ് ഞാനും നിങ്ങളും. അതെല്ലാം ഈ നാളുകളിൽ മക്കളെ കുത്തിക്കളഞ്ഞ്, ഹല്ലേലൂയ, നമ്മൾ നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പ്ലഗ് പോലെ നമ്മൾ നന്നായിട്ട് ദൈവം കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി ഈ ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ ഇതാ യേശുവിൽ സംഭവിച്ചതുപോലെ വിശ്വാസത്തോടെ യേശുവിൽ സ്പർശിച്ച ആ രോഗിയായ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ആ ഫ്ലോ, അവളുടെ ഉള്ളിൽ നിന്നൊരു സക്കിംഗ് പവർ, അവളുടെ അകത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. യേശു എന്ന് പറയുന്ന ശക്തി റിലീസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്രൻ. ആ യേശുവിനെ പോലെയാകുവാൻ എന്നെ നിങ്ങളെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഇതാ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളായി തീരാതെ സ്വർഗം കണ്ടക്ട് ചെയ്യുന്നവരായി, സ്വർഗവും ഭൂമിയും ഒന്നാക്കുന്ന ക്രിസ്തുവിനെ പോലെയുള്ളവരായി നമുക്ക് തീരാം. വെറും നെയ്മിലി ക്രിസ്ത്യാനിയല്ല, ഹല്ലേലൂയ, പകരം ആക്റ്റീവായ ദൈവപുത്രന്മാരായി നമുക്ക് വെളിപ്പെടാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളുടെ സകല വിഷയങ്ങൾ തിരിച്ചറിഞ്ഞു, ഈ അപ്പനെ തിരിച്ചറിഞ്ഞ് എൽ ഷദായി ദൈവം, ഹല്ലേലൂയ, ബ്രെസ്റ്റഡ് ഗാഡ്, ഹല്ലേലൂയ, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ അപ്പൻ്റെ അടുക്കിലേക്ക് വന്നാൽ അബ്രഹാത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും കനാൻ ദേശം, തേനും പാലും ഒഴുകുന്ന കനാൻ ദേശം കരുതിയിരുന്ന ആ ബ്രെസ്റ്റഡ് ഗാഡ് ഇതാ പ്രിയ മകനെ, പ്രിയ മകളെ, എനിക്കും നിനക്കും വേണ്ടി സകലതും കരുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നതാകിയ നിന്റെ സകല ചിന്തയുടെ ആകുലം കൊടുക്കത്തില്ലയോ, അതങ്ങ് കൊടുത്തേ, സകല ചിന്താകുലം എൻ്റെ മേലിട്ടുകൊള്ളുവേ. ദൈവം കരുതും, അപ്പം കരുതും. വീട്ടിലെ അപ്പം കരുതുന്നത് പോലെ വേറെ ആരും കരുതില്ല. ഒരപ്പൻ കരുതുന്നത് പോലെ ആ അപ്പൻ ഒന്നും വിളിച്ചു പറഞ്ഞ് നടക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അപ്പൻ ജീവിതം മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടി എരിയുക. ആ കുടുംബത്തെ പുലർത്താൻ, കുടുംബത്തെ നയിക്കാൻ, കുടുംബത്തെ നടത്താൻ നമുക്ക് വേണ്ടി എരിയുന്ന ഒരു അപ്പനുണ്ട്, ഒരു സ്വർഗസ്ഥ പിതാവുണ്ട്. ഹല്ലേലൂയ. ആ സ്വർഗസ്ഥ പിതാവ് നമുക്ക് വേണ്ടി എരിഞ്ഞത് കൊണ്ടാണ് തൻ്റെ ഒരേ ഒരു മകനെ നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവനോടുകൂടെ ഏതെങ്കിലും ചിലതൊക്കെ നിങ്ങൾക്കും തരാതിരിക്കുമോ? അങ്ങനെ പറഞ്ഞോ?
ഇല്ല, അവനോടുകൂടെ സകലതും നിനക്ക് തരാതിരിക്കുമോ? എങ്കിൽ പിന്നെ എന്തിനാ ഈ ആകുലപ്പെടുന്നേ? ആ ആകുലെല്ലാം ആ അപ്പൻ്റെ ആ ചുമലിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അല്ല, യേശു ക്രിസ്തുവിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ യേശു ക്രിസ്തു ഓടി എവിടെയാ പോയേ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഓടി എവിടെയാ പോയേ? താൻ മുട്ടുമേലിരുന്ന് രാവും പകലും ഒക്കെ എപ്പോഴും പ്രാർത്ഥനയാ. ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് അവസാനം തൻ്റെ രക്തം വിയർപ്പെന്നത് പോലെ പുറത്തേക്ക് പോയി. അതേ രീതിയിൽ ആഗണിയായെന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്നാലും ആ മകൻ ഇതിലൂടെ കടത്തിവിടാൻ നിവൃത്തിയില്ല, കടത്തിവിടാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദൂതനെ അയച്ചു തൻ്റെ മകനെ ശക്തിപ്പെടുത്തി. ഏത് സാഹചര്യത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. എങ്കിലും യേശു അവസാനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് ഇത്രയും നാളും കൈവിട്ടില്ല, പക്ഷെ ഇപ്പൊ കൈവിട്ടു. മോനെ, കൈവിട്ടേ മതിയാകും. നിന്നിലൂടെ ഒരു വലിയ പ്രവൃത്തി നടക്കണമെങ്കിൽ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് തോന്നും. കൈവിട്ടിട്ടില്ല, അപ്പോഴും കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി തട്ടാൻ. ആ തീയിലേക്ക് സ്വർണം എടുത്തിട്ടാൽ സ്വർണം ചിന്തിക്കുന്നു എന്നെ എടുത്ത് ഉരുക്കുകയാണെന്ന്. ഇല്ലില്ല, തട്ടാൻ അവിടെ തന്നെയുണ്ട്. ആ തീ ആ സ്വർണം നോക്കിക്കൊണ്ട് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. ആ തട്ടാൻ വേറെ എങ്ങും പോവില്ല. ആ തീയിൽ ആ സ്വർണം കിടക്കുന്ന സമയം വരെ എങ്ങും പോകത്തില്ല. അതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. ഹല്ലേലൂയ. തന്നിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമി മുഴുവൻ അത് നിന്റെ മേലുണ്ടാകണം. ഭൂമി മുഴുവൻ ഇതാ ചലിച്ചുകൊണ്ടേയിരിക്കുക തൻ്റെ 7 ആത്മാക്കളിലൂടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇത്ര നല്ലൊരപ്പൻ നമുക്കുണ്ട് എന്ന് യേശു കർത്താവ് വരച്ച് കാണിച്ചു തന്നു. ആ അപ്പൻ്റെ അടുക്കലേക്ക് യേശു ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ എന്തിനിങ്ങനെ വ്യാകുലപ്പെടുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും? നിങ്ങൾ അതിനെ ഓർത്ത് എന്തിനെ ഇങ്ങനെ പെറുപിറുക്കുന്നത്? അതിനോർത്ത് എന്തിനെങ്ങനെ വ്യാകുലപ്പെടുന്നത്? ഹല്ലേലൂയ. ഇതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ അപ്പനെ അറിയാം. ആ അപ്പൻ്റെ ഹൃദയത്തിലേക്ക്, ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. യേശു ക്രിസ്തു പരിചയപ്പെടുത്തിരുന്ന മനുഷ്യകുലത്തിന് അറിയാത്ത അപ്പൻ്റെ മുഖത്തേക്ക്. നിന്റെ സകല ആവശ്യങ്ങളും അങ്ങോട്ടൊന്ന് ഉയരട്ടെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ആവശ്യങ്ങളും അവിടെ അറിയിച്ച് അപ്പനോട് പറ. അങ്ങനോട് പറഞ്ഞു, എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുതെന്ന്. അതിലൂടെയാണ് ഞാൻ കുഴിയിലേക്ക് പോയി വീഴുന്നത്. അപ്പാ, ഇതാ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ ഇഷ്ടങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, അല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. എനിക്ക് വേണ്ടി അങ്ങ് കരുതിയിരിക്കുന്നത് അങ്ങല്ലയോ എൽ ഷദായ്, ദി ബ്രസ്റ്റഡ് ഗാഡ്. അങ്ങ് എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എനിക്ക് നൽകണമേ. അതുമാത്രം മതി. അങ്ങയുടെ കയ്യിലെ ഒരു പിടി വേണ്ട, ഒരു നുള്ളു മതി എൻ്റെ ആയുസ് മനോഹരമാകാൻ. ഇതാ എന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. സ്വകീയ പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും, ഹോളിൽ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല നാഥ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതാകിയാലാണല്ലോ ഞങ്ങളെ വീണ്ടെടുപ്പാൻ അങ്ങയുടെ ഓമനപുത്രനെ അയച്ചത്. ആ പുത്രനോടുകൂടെ സകലതും തരുമെന്ന് വാഗ്ദത്തം ചെയ്ത അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് പറഞ്ഞ അപ്പനോട്, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാത്തവന് ദൈവത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതരുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു അപ്പാ, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ നല്ല ഉരവല കന്തിനി മാമാരപത്ത പാപാലകതനുഭാരകന്തുനു. വി താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു. പ്രിയ സഹോദര, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വെളിപ്പെടും. അത്യന്ത ശക്തി വെളിപ്പെടും, അത്യന്ത ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പനെ നോക്കി പറഞ്ഞേ, ഹൃദയം കൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, ഇതാ തൻ്റെ പുത്രനോട് കൂടെ സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? സകലതും നൽകാതിരിക്കുമോ? നിന്റെ ആവശ്യങ്ങളുടെ മേൽ ഇതാ സകലതും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പശു തൻ്റെ കിടാവിനെ കാണുമ്പോൾ, തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ തൻ്റെ അകിടിലേക്ക് പാല് തുരത്തി കൊടുക്കുന്നത് പോലെ നിന്നെ വിശ്വാസം
വിശ്വാസത്തിൽ ദൈവം ഒന്ന് കാണട്ടെ, നിന്റെ വിശ്വാസത്തിൽ ദൈവം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. ആ എൽ ഷദായിയാം ദൈവം, ആ എൽ ഷദായിയാം ദൈവം, ആ അമ്മയുടെ മാറുള്ള ദൈവം ഇതാ നിന്റെ സകല ആവശ്യങ്ങൾക്ക് മേലും നിനക്ക് വേണ്ടി ചൊരിയുന്ന ഒരു കാഴ്ചയായി ഇവിടെ കാണുന്നത്. നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അപ്പൻ നിനക്ക് വേണ്ടി ചൊരിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അത് വിശ്വാസത്താൽ ഒന്ന് പ്രാപിച്ച്, വിശ്വാസത്താൽ ഒന്ന് പ്രാപിച്ച്, വിശ്വാസത്താൽ ഒന്ന് പ്രാപിച്ച്. എല്ലാ മക്കളും വിശ്വാസത്താൽ അപ്പൊ ഞാൻ സ്വീകരിക്കുന്നു, അങ്ങനെ ഞാൻ സ്വീകരിക്കുന്നു, അങ്ങനെ ഞാൻ സ്വീകരിക്കുന്നു. വിശ്വാസത്താൽ ഒന്ന് സ്വീകരിച്ച്. We thank you, Heavenly Father. We thank you, Heavenly Father. We thank you, Heavenly Father. We thank you. Hallelujah. പ്രിയ നല്ല പിതാവേ, ഈ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ, ഈ സാന്നിധ്യത്തിനായി നന്ദി. ഈ തേജസ് അങ്ങയുടെ മക്കളുടെ മേൽ മൂടപ്പെടട്ടെ. ഊരബല ഖന്തനീമാമ രപ്പൂല പല പലകതനെ റീബക്കാല പാപാലബല പാരബലകതനാമ വക്കൂരകതനെ. ഈ സാന്നിധ്യത്തിന്റെ തണല്, ഈ സാന്നിധ്യത്തിന്റെ തണല് ഹല്ലേലൂയ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. ഹല്ലേലൂയ. യേശു കർത്താവ് ഇതാ തേജസ്സിൽ വെളിപ്പെട്ടു. ഇതാ മോശയും ഏലിയാവ് യേശുവോട് കൂടെ തേജസ്സിൽ വെളിപ്പെട്ടു. ശിഷ്യന്മാർ പറഞ്ഞു ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലത്. റിബക്കാല പാപ റീബാല പല പലകതനെ ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലത്. സാന്നിധ്യത്തിന്റെ കീഴിൽ, ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. താങ്ക് യു. ദൈവം ഓർപ്പിക്കുന്നു, മോനെ മോളെ, യു ആർ എ സപ്ലയർ. ലോകത്തിൽ ഹല്ലേലൂയ കൺസ്യൂമേഴ്സ് ധാരാളം ഉണ്ട്. കൺസ്യൂമേഴ്സ്, തിന്നു തീർക്കുന്നവർ. ബട്ട് നീ അതിൻ്റെ കൂട്ടത്തിലല്ല. യു ആർ എ സപ്ലയർ. ദൈവം ഭൂമിയിൽ വെച്ച് തിന്ന് തീർക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളായി മാത്രം നീ ഒതുങ്ങാതെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഗോഡ് സപ്ലൈസ് ആയിട്ട് മാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇതിപ്പോൾ നിങ്ങൾ കേട്ട അന്യഭാഷയുടെ വ്യാഖ്യാനമാണ്. റിബക്കൂല പാപരി ഭാബലബലബരകാലകൻ തന്നെ റീബക്കാല ഭാഭാലകലാരകൂലകലകതനാരകതക്കന. ദൈവം വീണ്ടും സംസാരിക്കുന്നു. അങ്ങനെ നിന്നെ കാണുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നീ ഫലമായി തീരുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. യേശു പറയുക, എന്തിനാ? നിങ്ങൾ ഇരുന്ന് കൈയടിക്കാനല്ല, നിങ്ങൾ പോയി ഫലം കായ്ക്കാൻ. നിങ്ങൾ പോയി ഫലം കായ്ക്കാൻ. പക്ഷേ പോകാൻ നിങ്ങൾക്ക് എവിടെ ഇട്ടാ സമയം? നിങ്ങളുടെ സമയം മുഴുവൻ ലോകം പിടിച്ചു. ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത്, റിഡീമിംഗ് ദ ടൈം. സമയത്ത് ഉദ്ധരിച്ചെടുക്കുക. ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ. ഇപ്പോൾ ദുഷ്ടൻ വാഴുന്ന കാലമാണ്. നിന്റെ സമയം മുഴുവൻ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, ആത്മാവ് സഭകളോട് പറയുന്ന ശ്രദ്ധയോടെ മനസ്സിലാക്കുക. റിഡീമിംഗ് ദ ടൈം. സമയത്ത് ഉദ്ധരിച്ചെടുക്ക. നിന്റെ സമയം മുഴുവൻ ഒരു ചെറിയ വയറിന് വേണ്ടി നശിപ്പിച്ച് കളയാതെ ഉദ്ധരിച്ചെടുക്ക. ഹല്ലേലൂയ. എന്തിനാ? പോയി ഫലം കായ്ക്കാൻ. അങ്ങനെ എൻ്റെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെയാ പിതാവിന് മഹത്വം കൊടുക്കുന്നത്, വെറുതെ കൈയടിച്ച് മാത്രമല്ല. ഓ വി താങ്ക് യു ഹെവൻലി ഫാദർ. ഈ മക്കളെ ഏവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, രോഗികളായിരിക്കുന്ന രോഗമുള്ള ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാട്ടെ. താങ്ക് യു അപ്പാ, താങ്ക് യു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹല്ലേലൂയ ഹോളിൽ എല്ലാം ഇപ്പോൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, അപ്പാ എൻ്റെ വിഷയത്തെ അങ്ങ് സൗഖ്യമാക്കി തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ദൈവം പറയുന്നു, നിന്റെ സകല പാപങ്ങളും അഭൃത്യങ്ങളും ക്ഷമിക്കുന്നു, രോഗങ്ങൾ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. രോഗങ്ങൾക്ക് പിറകിൽ എല്ലാ കാരണങ്ങൾ ചിലപ്പോൾ ജീവിത പങ്കാളിയോട് അപമര്യാദയായി പെരുമാറിയതായിരിക്കാം. ഹല്ലേലൂയ. വഴക്കിട്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം. മാതാപിതാക്കന്മാരോട്, മക്കളോട്, അല്ലെങ്കിൽ ഓഫീസിൽ മറ്റു പല മേഖലകളിലും പലതും തിന്മയായി വാഗൊണ്ട് പറഞ്ഞതായിരിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ വായ നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. പെട്ടെന്ന് സംഭവിച്ചു പോയി എന്ന് ദൂതന്റെ മുമ്പാകെ പറയുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഉപേക്ഷിച്ച് ആ വ്യക്തിയോട് നിരക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഹൃദയത്തിന്റെ അകത്ത് ലെസ്റ്റ് കൊണ്ട് നടക്കുന്ന, മോഹം കൊണ്ട് നടന്ന, ഹല്ലേലൂയ, പാപം കൊണ്ട് നടന്ന ദാവീദ് ശരീരത്തിൽ രോഗിയായി മാറി. ഇതാ അസ്ഥിയെല്ലാം, മാംസമാന്റെ മജ്ജയെല്ലാം വറ്റിപ്പോയി. ഇതേ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്
പറയുന്നത് ബത്സബയുമായി പാപം ചെയ്ത ശേഷം അത് ആരോടും പറയാതെ നല്ല പിള്ള ചമഞ്ഞ് നടന്ന ആ വ്യക്തിയുടെ ശരീരം രോഗത്താൽ ഭാരമായി തീർന്നു. രോഗം മാത്രമല്ല, പല രീതിയിലും ഭാരമായി തീരുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും കടന്നു വരാം. ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം യേശുവേ, ഞാനിതാ എൻ്റെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുന്നു, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ഞാനിത് ആവർത്തിക്കത്തില്ല എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരും, അത് മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗീയ പിതാവേ, ഇതാ വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന ഈ മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരം അങ്ങയുടെ ആലയമാണ്, അത് പിശാചിന്റെ രോഗമിട്ട് കളിക്കാനുള്ള ചവിറ്റുകോട്ടയല്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കാൻ നന്ദി. ഞങ്ങൾ അങ്ങയുടെ ആലയങ്ങളായി നിത്യം നിലകൊള്ളുവാൻ തക്കവണ്ണം ഈ രോഗങ്ങളെയല്ല, ഈ വേദനകളെയല്ല ഇപ്പോഴങ്ങും എടുത്തു മാറ്റുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ കർത്താവേ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ടിരിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു, അവരെ പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എൻ്റെ അപ്പ എനിക്ക് തന്ന ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ ഏത് കോണിലായിട്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന വ്യക്തി തങ്ങളുടെ ജീവിതത്തിൽ പിശാച് തന്റെ രോഗത്താൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹോളിരിക്കുന്ന ജീവിതത്തിൽ പിശാച് തന്റെ രോഗത്താൽ വേദനയെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിന്നോട് കൽപ്പിക്കുകയാ, വിട്ടുമാറ. In the name of Jesus, be free for the glory of God. And I declare you are all healed for the glory of God. Thank you, Appa. കാര്യങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ. കൊടുത്ത വിടുതലിനായി നന്ദി, കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. എല്ലാ ഭാരങ്ങളും വിട്ടുമാറട്ടെ. എല്ലാ കുടുംബങ്ങളിലും സമാധാനം കൽപ്പിക്കുകയാണ്. ദൈവ സമാധാനം, ദൈവിക ഐശ്വര്യം നിന്റെ ജീവിത പങ്കാളി, നിന്റെ ഭവനത്തിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയി തീരട്ടെ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ തൈകളായി മാറട്ടെ. യെസ്, ഈ ദൈവത്തിന്റെ വചനം ദൈവം റിലീസ് ചെയ്തിരിക്കുന്നു. ഇത് അയച്ച കാര്യം സാധിച്ചേ മടങ്ങുകയുള്ളൂ. അത് മോനെ നിനക്കുള്ളതാ, മോളെ നിനക്കുള്ളതാ. ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളവരായി തീരുക. സ്വകീയ പിതാവേ, നന്ദി. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം ഇരിക്കുക. ദൈവം സഹായിക്കട്ടെ.